വെൽക്കം യു ഓൾ ടു മൈ പ്രോ ലേൺ ഹബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് പറഞ്ഞത്. അത് കംപ്ലീറ്റ് കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ പാർട്ടിസിപ്പൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ പാർട്ട് തന്നെയാണ് ഈ സാധനം. അപ്പം ഇത് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആണ്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പാർട്ടിസിപ്പൻസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് ട്രാൻസാക്ഷനിൽ ഏർപ്പെടുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഇത് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്റർ തന്നിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഇൻ്റർമീഡിയറ്റ്സിനകത്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ളത് മാത്രം നമ്മളിപ്പോൾ പറഞ്ഞിട്ട് ബാക്കി നമുക്ക് ആ ചാപ്റ്ററിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഫസ്റ്റ് പറയുന്ന പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്, QIB. വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. QIB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ കിടപ്പുണ്ട്, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കമ്പനി, അതായത് ICDR ടോപ്പിക്, ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്തുള്ള സാധനമാണ് ഈ QIB എന്ന് പറയുന്നത്. ഒരു കമ്പനി, സിമ്പിളായിട്ടുള്ള ഒരു കമ്പനി നമ്മൾ ഈ പറഞ്ഞ ഷെയർസ് പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഷെയർസ് പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനി പാലിക്കേണ്ട റെഗുലേഷൻസാണ് ICDR റെഗുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കമ്പനി ആണെങ്കിൽ IPO ചെയ്യുമ്പം, അതായത് IPO ചെയ്യുന്ന സമയത്താണെങ്കിൽ പബ്ലിക് ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കമ്പനീൻ്റെ ഷെയർസ് വാങ്ങിക്കണമല്ലോ. പബ്ലിക് ഷെയർസ് വാങ്ങിക്കണമല്ലോ. ഇപ്പോൾ പബ്ലിക് ഷെയർസ് വാങ്ങിക്കണമെങ്കിൽ എന്താണ്, ആ പറഞ്ഞിരിക്കുന്ന പബ്ലിക്കിന് കമ്പനീൻ്റെ പുറത്തൊരു ട്രസ്റ്റ് വേണം. ഓക്കെ, ട്രസ്റ്റ് വേണം. ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പബ്ലിക് ഈ പറഞ്ഞിരിക്കുന്ന കമ്പനീൻ്റെ ഷെയർസ് എന്ത് ചെയ്യത്തുള്ളൂ, വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിർബന്ധമായിട്ടും ഒരു കമ്പനി IPO ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന എത്ര ഷെയർസാണോ പബ്ലിക്കിന് കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന ഷെയർസിന് ഇത്ര ശതമാനം ഷെയർസ് എന്ത് ചെയ്യണം, മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. ഈ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പറയുന്നത് വലിയ വലിയ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പേര് തന്നെ ഉണ്ട്, ഇൻഡിവിജ്വൽ അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കമ്പനീസിന്റെ ഷെയർസ് ആണെങ്കിൽ പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, കമ്പനീസിന്റെ ഷെയർസ് പർച്ചേസ് ചെയ്താൽ മാത്രമേ കമ്പനിക്കാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പബ്ലിക്കിന് മുമ്പിൽ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു ക്രെഡിബിലിറ്റി കിട്ടത്തുള്ളൂ. അതാണ് ക്വാളിഫൈഡ്. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവരെന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന കമ്പനിക്കാണെങ്കിലും പ്രശ്നമില്ല, QIBസിന് കൊടുക്കുന്നത് കൊണ്ട് പബ്ലിക്കിനാണെങ്കിലും കുഴപ്പമില്ല. ഒരാൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ അത്. അതിൻ്റെ എക്സാമ്പിൾ ആണ് പെൻഷൻ ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇവരൊക്കെ എന്താണ് QIBs ആണ്. മനസ്സിലായില്ലേ? മൊത്തത്തിൽ 13 QIBs ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് QIBs എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്. ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിൽ മൊത്തം ഷെയർസ് പബ്ലിക്കിന് കൊടുക്കാതെ ആദ്യം എന്ത് ചെയ്യണം, എത്ര ഷെയർസ് ആണ് പബ്ലിക്കിന് കൊടുക്കുന്നത് അതിൻ്റെ ഇത്ര ശതമാനം മാറ്റിയിട്ട് എന്ത് ചെയ്യണം, QIBസിന് കൊടുക്കണം. QIBസിന് കൊടുക്കുമ്പോൾ മാത്രമേ പബ്ലിക്കിന് ഈ പറഞ്ഞിരിക്കുന്ന കമ്പനിയിലോട്ട് എന്ത് ചെയ്യത്തുള്ളൂ, ട്രസ്റ്റ് വരത്തുള്ളൂ. അങ്ങനെ പബ്ലിക് എന്ത് ചെയ്യത്തുള്ളൂ, ഫണ്ട് തരത്തുള്ളൂ. അല്ലാതെ പബ്ലിക്കിനെ മൊത്തം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇതില്ലല്ലോ. അപ്പം ഒരു ട്രസ്റ്റ് കമ്പനീൻ്റെ പുറത്ത് പബ്ലിക്കിന് വരണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ QIBസിന് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ICDR ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സാധനമാണ് കേട്ടോ, QIBs എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്. അപ്പോൾ ഇവിടെ പറയുന്നതാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആർ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹു ബൈ ഷെയർസ് ഓഫ് എ കമ്പനി ഓൺ എ ലാർജ് സ്കെയിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന കമ്പനിയിൽ നിന്ന് ഷെയർസ് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, large scale. QIBs are those institutional investors who are generally perceived to possess expertise and financial proficiency to evaluate and invest in capital market. അതായത് ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നോളജ് ആർക്ക് വേണം, ഈ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനാണ്. ആർക്ക് വേണം, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനാണ്. അതുകൊണ്ട് തന്നെ കമ്പനീസിന്റെ ആണെങ്കിൽ ഷെയർസ് ലാർജ് സ്കെയിലായിട്ട് കമ്പനീസിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, QIBs വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു ഫിക്സഡ് പെർസെൻറ്റേജ്, അതായത് ശരിക്കും പറഞ്ഞാൽ പെർസെൻറ്റേജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു IPO ചെയ്യുമ്പോഴത്തേനും ടോട്ടൽ ഷെയർസിന്റെ 50% നമ്മൾ QIBസിന് കൊടുക്കണമെന്നാണ്. ഓക്കെ, ടോട്ടൽ ഷെയർസിന്റെ എത്ര 50% വേണം QIBസിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം 100 കോടി ഷെയർസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ 100 കോടി ഷെയർസിന് 50%, വിച്ച് മീൻസ് 50 കോടി ഷെയർസ് QIBസിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇതിന്റെ ഈ ഒരു സാധനത്തിന്റെ ഒരു കണ്ടിന്യൂറ്റി ഇനിയിപ്പോൾ അങ്ങോട്ട് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ വരും. ഞാൻ അതുകൂടെ ആകുമ്പോൾ കുറച്ച് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ അടുത്ത പറയുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻവെസ്റ്റർ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇൻവെസ്റ്ററിനാണെങ്കിൽ എവിടെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അതിനെപ്പറ്റി ഒരു നോളജ് കാണിച്ചു. അപ്പോൾ ഇൻവെസ്റ്ററിനാണെങ്കിൽ ഒരു കമ്പനിയിൽ ഡയറക്റ്റ് ഫണ്ട് റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏത് കമ്പനിയാണോ ആ കമ്പനിയിലാണെങ്കിൽ ഫണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്ററിനെ സഹായിക്കുന്ന ആൾക്കാരാണ്, QIBs ആണ്. ഓക്കെ,
അത്രേ ഉള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആർ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹു ബൈ ഷെയർസ് ഓഫ് എ കമ്പനി ഓൺ എ ലാർജ് സ്കെയിൽ ആയിട്ട് കമ്പനീസിന്റെ ഷെയർസ് വാങ്ങിക്കുന്നു. ഓക്കെ, QIBs are those institutional investors who are generally perceived to possess expertise and financial proficiency to evaluate and to invest in capital market. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർസിനെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? QIBs സഹായിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത്, ഇഫ് ദി ഇൻവെസ്റ്റർ ഇസ് നോട്ട് കേപ്പബിൾ എയ്തർ ബൈ ഹിസ് ഓർ ഹെർ ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ ലിമിറ്റ് or not permitted to invest individually till he invests a specified statutorily ഫിക്സഡ് എമൗണ്ട്, ദെൻ ഹി യൂഷ്വലി പാർട്ടിസിപ്പേറ്റ്സ് ഇൻഡയറക്ട്ലി ത്രൂ സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഒരു ഇൻഡിവിജ്വലിന് സ്വന്തമായിട്ട് അവൻ്റെ ഫിനാൻഷ്യൽ ലിമിറ്റ് കാണും. ഒരു കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചിലപ്പം അത്ര എമൗണ്ട് കാണത്തില്ല, അവൻ്റെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ലെവലാണെങ്കിൽ അവന് പറ്റത്തില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിവിജ്വൽസിനാണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ. ഇൻഡിവിജ്വൽ ഡയറക്റ്റ് കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ എന്ത് ചെയ്യും? കമ്പനീസിലാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിവിജ്വൽസ് ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് QIBs എന്ന് പറയുന്നത്. QIBs വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എപ്പോഴും നമ്മൾ IPO നടത്തുമ്പം കമ്പനി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ QIBsന് അലോക്കേറ്റ് ചെയ്യാതെ ഒരിക്കലും ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അങ്ങനെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം IPO അവർക്ക് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റത്തില്ല. കാരണം QIBsന് കൊടുത്താൽ മാത്രമേ ആ പറഞ്ഞിരിക്കുന്ന പബ്ലിക്കിന് ഈ പറഞ്ഞിരിക്കുന്ന കമ്പനീൻ്റെ പുറത്തൊരു ട്രസ്റ്റ് വരത്തുള്ളൂ. ചുമ്മാ കമ്പനി ഫണ്ട് ഇഷ്യൂ ചെയ്തു എന്നും പറഞ്ഞ് കിട്ടണമെന്നില്ലല്ലോ. മീൻസ് ഫണ്ട് ചുമ്മാ എന്ന് പറഞ്ഞാൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞാൽ പബ്ലിക്ക് വാങ്ങിക്കണമെന്നില്ല. അപ്പോൾ പബ്ലിക്ക് വാങ്ങിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പബ്ലിക്കിന് ഈ പറഞ്ഞിരിക്കുന്ന പെർട്ടിക്കുലർ കമ്പനീൻ്റെ പുറത്തൊരു ട്രസ്റ്റ് വരണം. ആ ട്രസ്റ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന QIBs ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന കമ്പനി എത്രയാണ് പബ്ലിക്കിന് കൊടുക്കുന്നത് അതിന് ഫിക്സഡ് ഇത്രയും %, ഇപ്പോൾ 50%, ഇപ്പോൾ 100 കോടി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 50 കോടി ഷെയർസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? QIBsന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കണം. റിസർവേഷൻ എന്ന് പറയും, മാറ്റി വെച്ചിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അപ്പോൾ ഇപ്പോഴും പറയും, ഇത് ഈ പറഞ്ഞിരിക്കുന്ന QIBs എന്ന് പറഞ്ഞാൽ ഏകദേശം മൊത്തം 13 പേരാണ് ഇതിനകത്തുള്ളത്. 13 പേരാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, QIBs മിക്കവാറും സെബി രജിസ്റ്റേർഡ് ആയിരിക്കും. ഓക്കെ, അതിനകത്ത് 13 പേരാണുള്ളത്. ഈ 13 പേരുടെ പേരും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മെയിനായിട്ടുള്ള കുറച്ച് ഒരു 4-5 പേരൊക്കെ നിങ്ങൾ കാണാൻ പഠിച്ചിരിക്കണം. മനസ്സിലായില്ലേ? മെയിനായിട്ടുള്ള കുറച്ച് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും പെൻഷൻ ഫണ്ട് ആണെങ്കിലും ഇതൊക്കെ ഇൻഷുറൻസ് കമ്പനീസ് ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേനാണെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ്. 13 പേര് മിനിമം ഒരു 4-5 പേരെങ്കിലും നിങ്ങൾ കാണാൻ പഠിച്ചിരിക്കണം. എല്ലാ പേരും കാണാൻ പഠിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. മീൻസ് നിങ്ങൾക്ക് ആ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി മെയിനായിട്ട്. പിന്നെ ഈ 13 ലിസ്റ്റ് ജസ്റ്റ് വായിച്ചു പോവുക. അതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 13 പോയിന്റ് ആണെങ്കിൽ ഒരു 5, 6, 7, 8 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. അപ്പോൾ ആദ്യം പറയുന്നത് QIBsനകത്തുള്ള എത്ര പേരാണെന്നുള്ളത്. മീൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ, മൊത്തം 13 പേരുണ്ട്. ഒന്നാമത്തെ പറയുന്നത് എന്താണ്? മ്യൂച്വൽ ഫണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആൻഡ് ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് രജിസ്റ്റേർഡ് വിത്ത് സെബി. അതായത് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ഫോം ഓഫ് ട്രസ്റ്റ് ആണ്, ഒരു ട്രസ്റ്റ് പോലെ രൂപീകരിക്കുന്ന ഒരു സാധനമാണ്. ഈ പറഞ്ഞിരിക്കുന്ന ട്രസ്റ്റ് പോലത്തെ രൂപീകരിക്കുന്ന ഒരു സാധനത്തിലോട്ടാണെങ്കിൽ പല യൂണിറ്റ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ സ്പോൺസറിന് പൈസ കൊടുത്തിട്ട് സ്പോൺസർ ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ആ സ്പോൺസർ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണെങ്കിൽ യൂണിറ്റ് ആയിട്ടാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? യൂണിറ്റ് ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അത്ര ഒരു സംഭവം. നെക്സ്റ്റ് പറയുന്നതാണെങ്കിൽ എന്താണ് പറയാം? അപ്പോൾ അതാണ് മ്യൂച്വൽ ഫണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയുമ്പോഴത്തേനും മ്യൂച്വൽ ഫണ്ട് പോലെയല്ല, അത് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് പൂൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക്കലി പൂൾ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. സെബി രജിസ്റ്റേർഡ് ആയതുകൊണ്ട് തന്നെ പബ്ലിക്കലി ആണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സാധനമായിരിക്കും. പബ്ലിക്കലി പൂൾ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എന്ത്? മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ. പക്ഷേ നേരെ മറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ്ലി പൂൾ ചെയ്യുന്ന സാധനമാണ്. അത് അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സാധനം ആയിരിക്കത്തില്ല. പക്ഷെ എന്നാൽ പോലും സെബിന്റെ റെഗുലേഷൻ അവിടെ എന്താണ്? ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, കാരണം ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യയിലെ പുറത്തുള്ള ഏതെങ്കിലും കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്ററോ ഇന്ത്യക്കകത്തുള്ള ഒരു കമ്പനീൻ്റെ ഷെയർസിൻ്റെ ടോട്ടൽ ഷെയർസ് എത്രയാണോ അതിൻ്റെ 10% താഴെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയാണ് എന്ത് പറയുന്നത്? നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞത്. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു കമ്പനി ഇന്ത്യയിലുള്ള ഒരു കമ്പനീസിൻ്റെ ഷെയർസിൻ്റെ ആണെങ്കിൽ 10% താഴെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയാണ് നമ്മളെന്ന് പറയുന്നത് FPA എന്ന് പറയുന്നത്. ഓക്കെ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ അതർ ദാൻ ഇൻഡിവിജ്വൽസ് അല്ലാത്ത FPAs ഉണ്ട്. ഇൻഡിവിജ്വൽസ്, കോർപ്പറേറ്റ് ബോഡീസ്, ഫാമിലി ഓഫീസസ്, പിന്നെ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ് ഒക്കെ ഇല്ലേ, അവരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതുപോലെ മൾട്ടിലാറ്ററൽ ബൈലാറ്ററൽ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ഇപ്പോൾ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിനാണെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വേൾഡ് ബാങ്ക് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് പല രാജ്യങ്ങൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാറുണ്ട്. അത് പല രാജ്യങ്ങളോട് ഒത്തുചേർന്നിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആയിരിക്കും. അതാണ് മൾട്ടിലാറ്ററൽ ബൈലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്പിംഗ് കൺട്രിക്ക് ആണെങ്കിൽ, ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആണെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ.
നെക്സ്റ്റ് പറയുന്നത് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അതുപോലെ എന്താണ് പ്രൊവിഡന്റ് ഫണ്ട് വിത്ത് എ മിനിമം കോർപ്പസ് ഓഫ് 25 crore, 25 കോടി എങ്കിലും കോർപ്പസ് ഉള്ള പ്രൊവിഡന്റ് ഫണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരെ QIBC നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഇൻഷുറൻസ് കമ്പനി രജിസ്റ്റേർഡ് ഉള്ളത് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി, ഇൻഷുറൻസ് കമ്പനീസ്. അപ്പം നമ്മൾ മനസ്സിലാക്കും, മനസ്സിൽ ഓർമ്മ വരുന്നത് മ്യൂച്വൽ ഫണ്ട് വരുന്നുണ്ട്, ഇതിനകത്ത് വരും ഇൻഷുറൻസ് കമ്പനീസ് വരുന്നുണ്ട്, പെൻഷൻ ഫണ്ട്സ് വരുന്നുണ്ട്, ഇങ്ങനത്തെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച്, പിന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വരുന്നുണ്ട്, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്, ഇവരൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്രൊവിഡന്റ് ഫണ്ട് വരുന്നുണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിലും പെൻഷൻ ഫണ്ട് ആണെങ്കിലും രണ്ടും 25 കോടി രൂപയുള്ള ആൾക്കാരെയാണ് നമ്മൾ, 25 കോടി വരെയുള്ളവരെയാണ് നമ്മൾ QIBCനകത്ത് എന്ത് ചെയ്യുന്നത്, ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് സെറ്റപ്പ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു നാഷണൽ ആയിട്ടുള്ള ലെവലിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് ഈ സാധനം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇൻഷുറൻസ് ഫണ്ട് സെറ്റപ്പ് ബൈ മാനേജ്. ഈ പറയുന്ന ഇൻഷുറൻസ് ഫണ്ട് ആണെങ്കിൽ രണ്ട് രീതിയുണ്ട്. ഇൻഷുറൻസ് കമ്പനീസിന്റെ ഫണ്ട്സ് ആണെങ്കിൽ IRDA റെഗുലേറ്റ് ചെയ്യുന്നതുണ്ട്, അതല്ലാതെ ആണെങ്കിൽ ഇൻഷുറൻസ് ഫണ്ട്സ് ആണെങ്കിൽ ആർമി നേവി ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സെറ്റപ്പ് ചെയ്യുന്ന ഫണ്ട്സും അവർ പറയുന്നുണ്ട്. ആ ഇൻഷുറൻസ് ഫണ്ട്സ് സെറ്റപ്പ് ആൻഡ് മാനേജ്ഡ് ബൈ ആരാണ്, ആർമി നേവി എയർഫോഴ്സ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ. യൂണിയൻ ഓഫ് ഇന്ത്യക്കകത്തുള്ള ആർമി നേവി എയർഫോഴ്സ് ഒക്കെ ആൾക്കാർ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് പറയുക, ഇൻഷുറൻസ് ഫണ്ട്സും എന്ത് ചെയ്യുന്നു, സെറ്റപ്പ് ചെയ്ത് അവർ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. പിന്നെ എന്താണ് പറയുക, സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഉണ്ട്. നോൺ ബാങ്കിങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കമ്പനീസ് അവർ ഇതിനകത്ത് ഉൾപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് സെയിം ഇത് 13 പോയിന്റ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. QIBC എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആണ്. QIBC എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആണ്. ഇവിടെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന QIBCനകത്തുള്ള ഇവർ ഇൻഡിവിജ്വൽസ് ആയിരിക്കത്തില്ല, ആരായിരിക്കും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. ഇവർ സെബിയിൽ രജിസ്റ്റേർഡ് ആയിരിക്കും. ഇത് മെയിനായിട്ട് നമുക്ക് ICDR-നകത്താണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു കമ്പനി ആദ്യമായിട്ട് പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിൽ അവർ എത്ര ഷെയർസ് ആണ് പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടി പോകുന്നത്, ആ പബ്ലിക്കിന് കൊടുക്കുന്നതിന് മുമ്പ് ആ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ ഷെയർസിന് ഇത്ര ശതമാനം, അതായത് 50% ആണെങ്കിൽ QIBCനെ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കണം എന്നാണ് റൂൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുക എന്താ വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ മെയിനായിട്ട് ഈ പറഞ്ഞിരിക്കുന്നത് QIBC വാങ്ങിക്കാതെ പ്രോപ്പറായിട്ട് ടൈപ്പ് നടക്കാം, അത് കമ്പനിക്ക് പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, പ്രോപ്പറായിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയും പറ്റത്തില്ല. മനസ്സിലായില്ലേ? കാരണം QIBC വാങ്ങിച്ചാൽ മാത്രമേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പബ്ലിക്കിന് ഈ പറഞ്ഞിരിക്കുന്ന കൺസേൺ ഈ പറഞ്ഞിരിക്കുന്ന പെർട്ടിക്കുലർ കമ്പനിയോട് എന്ത് ചെയ്തു ട്രസ്റ്റ് കിട്ടത്തുള്ളൂ. അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഈ പറഞ്ഞത് 13 പേര് അതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 4-5 പേര് എന്തായാലും പഠിച്ചു വെച്ചിരിക്കാം. ഒരു 13 പേരാണെങ്കിൽ മിനിമം ഒരു 6-8 പേരെങ്കിലും പഠിച്ചു വെച്ചു, ജസ്റ്റ് 2-3 വട്ടം വായിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്റർമീഡിയറ്റ്സിനകത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നതിൽ കുറച്ച് ടോപ്പിക് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്ന 13 പേരിനകത്ത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ ആ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ മാത്രമേ ഇതിനകത്ത് അവർ പറയുന്നുള്ളൂ. ഈ 13 QIBCനകത്ത് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത് FPIനെ മാത്രമേ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ, FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. നമുക്കിത് ECIP-നകത്ത് പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ECIP-നകത്ത് അത് എക്കണോമിക് കൊമേഴ്ഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിനകത്ത് നമുക്ക് മോഡ്യൂൾ 2-നകത്തുള്ള എക്കണോമിക് കൊമേഴ്ഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിനകത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഓക്കെ, ഇതിനകത്തുണ്ട് അതിനകത്തും പഠിക്കാനുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു കമ്പനി ഇന്ത്യക്കകത്തുള്ള ഒരു കമ്പനീസിൻ്റെ ടോട്ടൽ ഷെയർസ് എത്രയാണോ ആ ഷെയർസിൻ്റെ 10% താഴെയുള്ള ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്താണ് പറയുക, അതായത് ഇപ്പം 100 കോടി ഷെയർസ് ഒരു കമ്പനിക്ക് ഉണ്ടെന്നിരിക്കുക. ഈ 100 കോടി ഷെയർസ് കമ്പനീൻ്റെ 10% എത്ര, 10 കോടിയാണ്. അപ്പോൾ 9 കോടി ഷെയർസിലാണെങ്കിൽ പറഞ്ഞിരിക്കും ഇന്ത്യക്ക് പുറത്തുള്ള ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് അതിന് നമ്മൾ എന്ത് പറയും, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ. 10% താഴെ 10% ടച്ച് ചെയ്ത് അവിടെ എന്തായി, FDI ആയി. മനസ്സിലായില്ലേ? രണ്ടും സെയിം ആണ്, പക്ഷെ പെർസെൻറ്റേജിന് മാത്രമേ വ്യത്യാസം വരുന്നത്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ FPI മീൻസ് എ പേഴ്സൺ ഹു ഹാസ് ബീൻ രജിസ്റ്റേർഡ് അണ്ടർ ചാപ്റ്റർ 2 ഓഫ് സെബി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് റെഗുലേഷൻസ് 2019. സെബി ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന FPI ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ള റെഗുലേഷൻ ആണെന്ത്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് റെഗുലേഷൻസ് 2019. ഓക്കെ, വിച്ച് ഷാൽ ബി ഡീംഡ് ടു ബി ആൻ ഇന്റർമീഡിയറി ഇൻ ടേംസ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് സെബി. ഇത് ഒരു ഇന്റർമീഡിയറി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതൊരു പാർട്ടിസിപ്പൻ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന FPIക്കകത്താണെങ്കിൽ മെയിനായിട്ടാണെങ്കിൽ എന്താ പറയുക, ഇതിന് അടുത്ത കാറ്റഗറീസ് FPI നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു കമ്പനി ഇന്ത്യയിലുള്ള കമ്പനീസിന്റെ ടോട്ടൽ ഷെയർസിന്റെ 10% താഴെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, FPI എന്ന് പറഞ്ഞാൽ. അത് FPIനെ 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറി 1 പറയുന്നത്. കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഗവൺമെന്റ് ആൻഡ് ഗവൺമെന്റ് റിലേറ്റഡ് ഇൻവെസ്റ്റേഴ്സ് സച്ച് ആസ് സെൻട്രൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ RBI. ഓക്കെ, സോവറിൻ വെൽത്ത് ഫണ്ട്സ് എന്ന് പറയുമ്പോഴത്തേനാണെങ്കിൽ ഈ ഇന്ത്യൻ ഗവൺമെന്റിനെ പുറത്ത് അവരൊരു സ്പോൺസർഷിപ്പിൽ അവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, സോവറിൻ വെൽത്ത് ഫണ്ട്സ്. പിന്നെ ഇന്റർനാഷണൽ മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻ ഓർ ഏജൻസീസ്, ഈ പറഞ്ഞിരിക്കുന്ന വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ IMF ഇതേപോലത്തുള്ള സാധനങ്ങളുണ്ടല്ലോ അവർ. ഓക്കെ,
international multilateral organizations or agencies, including entities controlled or at least 75% directly or indirectly owned by such government or government related investors. ഈ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് പറയുന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അവർ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ എന്താണ്? പെൻഷൻ ഫണ്ട്സ് ആൻഡ് യൂണിവേഴ്സിറ്റി ഫണ്ട്സ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, കാറ്റഗറി 1 FPIക്കകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ആദ്യം പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് പെൻഷൻ ഫണ്ട് ആൻഡ് യൂണിവേഴ്സിറ്റി ഫണ്ട്. പെൻഷൻ ഫണ്ട്സ് ആരായിരിക്കും റെഗുലേറ്റ് ചെയ്യുന്നത്? PFRD ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി. ഇത് ഒരു QIB ആണ്, മനസ്സിലായില്ലേ? പെൻഷൻ ഫണ്ട്സ് എന്ന് പറയുമ്പോഴത്തേനും ആൻഡ് യൂണിവേഴ്സിറ്റി ഫണ്ട്സ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ആണ്. അപ്പം അപ്രോപ്രിയേറ്റഡ്ലി റെഗുലേറ്റഡ് entities such as insurance or reinsurance entities, banks, asset management companies, investment managers, investment advisors, portfolio managers, broker dealers and swap dealers. സംഭവം ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന അപ്രോപ്രിയേറ്റഡ് റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് സച്ച് ഇൻഷുറൻസ് കമ്പനീസിനെ ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? IRDA ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇൻഷുറൻസ് കമ്പനീസിനെയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന റീഇൻഷുറൻസ് കമ്പനീസിനെയോ ആണെങ്കിൽ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന എൻറ്റിറ്റീസ് ഉണ്ടല്ലോ, അവരെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത്. ഓക്കെ, എൻറ്റിറ്റീസ്. ബാങ്ക്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന RBI. ഓക്കെ, അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സ് സെബിയിലാണ് അവരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് സെബി, പോർട്ട്ഫോളിയോ മാനേജേഴ്സ് സെബി, ഡീലേഴ്സ് ആൻഡ് സ്വാപ്പ് ഡീലേഴ്സ് ഇവരെയൊക്കെ സെബി. അപ്പം സെബി റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കൂടാതെ തന്നെ RBI റെഗുലേറ്റ് ചെയ്യുന്ന ഓരോ റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട് കൺസേൺ ആയിട്ടുള്ള. അപ്പം അത് പ്രോപ്പറായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് റെഗുലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസിനെ പറ്റിയിട്ടാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. നാലാമത്തെ എന്താ പറയുന്നത്? എൻറ്റിറ്റീസ് ഫ്രം ദ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് മെമ്പർ കൺട്രീസ്. അതായത് FATF മെമ്പർ ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്, അതിനകത്തുള്ള എൻറ്റിറ്റീസ്. FATF എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കുന്നത് എക്കണോമിക് കൊമേഴ്ഷ്യൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ CCAPL-നകത്തുള്ള മണി ലോണ്ടറിങ് PMLA എന്ന് പറയും, പ്രൊഫഷണൽ മണി ലോണ്ടറിങ് ആക്ട്. PMLA-ക്കകത്തുള്ള ഒരു സാധനമാണ് FATF എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഇവരുടെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ലോണ്ടറിങ് എന്ത് ചെയ്യുക, നിർത്തലാക്കുക അല്ലെങ്കിൽ തടയുക. അതിനാണ് FATF വന്നത്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞിരിക്കുന്നത് അത് ബ്ലാക്ക് മണീനെ മണി ലോണ്ടറിങ് മാത്രമല്ല ടെറർ ഫിനാൻസിങ്ങും തീവ്രവാദവും എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക. തീവ്രവാദം അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് FATF. അപ്പോൾ FATF-നകത്ത് മെമ്പർ ആയിട്ടുള്ള കൺട്രീസ്, ഇന്ത്യ അതിനകത്തുള്ള മെമ്പറാണ്. FATF-നകത്ത് മെമ്പർ ആയിട്ടുള്ള കൺട്രീസ്, അതിനകത്തുള്ള എൻറ്റിറ്റീസ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യ മെമ്പർ ആണെങ്കിൽ ഇന്ത്യക്കകത്തുള്ള എൻറ്റിറ്റി. ഓക്കെ, എൻറ്റിറ്റി അവിടെ ഉള്ള എൻറ്റിറ്റി. അപ്പോൾ ഇന്ത്യ മെമ്പർ ആണല്ലോ, അപ്പോൾ ഓട്ടോമാറ്റിക് അതിനകത്തുള്ള എൻറ്റിറ്റി. അതാണ് എൻറ്റിറ്റീസ് ഫ്രം ദ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് മെമ്പർ കൺട്രീസ് ഓർ ഫ്രം എനി കൺട്രി സ്പെസിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന ഏതെങ്കിലും ഒരു കൺട്രി. ഓക്കെ, ബൈ ആൻ ഓർഡർ ബൈ വേ ഓഫ് ആൻ എഗ്രിമെന്റ് ഓർ ട്രീറ്റി വിത്ത് അതർ സോവറിൻ ഗവൺമെന്റ്സ്. വേറെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ്, ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് US ഗവൺമെന്റുമായിട്ട് ഒരു എഗ്രിമെന്റ് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് പറയാണ് ആ US ഗവൺമെന്റിനകത്തുള്ള അവിടുത്തെ എൻറ്റിറ്റിയും നമ്മൾ FATF-നകത്ത് മെമ്പറാണെന്ന് പറയുക. കാരണം അവരെവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവർ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു കൺട്രി ഇവിടെ വന്നല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയും, സെൻട്രൽ ഗവൺമെന്റ് പറയും, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ്, ഇന്ത്യയിലുള്ള സെൻട്രൽ ഗവൺമെന്റ് പുറത്തുള്ള ഏതെങ്കിലും ഗവൺമെന്റുമായിട്ട് ഒരു ട്രീറ്റി, ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് പറയാണ് ഓക്കെ പുറത്തുള്ള US-നകത്തുള്ള US എന്താണ് FATF-ന്റെ മെമ്പറാന്ന് പറയുക. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പുറത്തുള്ളവരെ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ വേണം എന്ത് ചെയ്യാൻ, പാലിക്കാൻ ഈ കാര്യങ്ങളൊക്കെ. FATF-ലെ മെമ്പറാണോ, പല കാര്യങ്ങളും നോക്കും. ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്. FATF-ലെ മെമ്പർ ആണെങ്കിൽ എന്താ ഗുണം എന്താ? കാരണം അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഒരു ക്രെഡിബിലിറ്റി വരും. കാരണം പൈസയായിട്ടാണല്ലോ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പം പൈസ മണി ലോണ്ടറിങ് FATF-ലെ മെമ്പർ ആവണം നിർബന്ധമില്ല. FPI ചെയ്യണമെങ്കിൽ. ഓക്കെ, FATF മെമ്പർ ആവണം നിർബന്ധമൊന്നുമില്ല FPI ചെയ്യണമെങ്കിൽ. പക്ഷെ FATF-ലെ മെമ്പർ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് എന്താണ്, കുറച്ചുകൂടി ട്രസ്റ്റ് അവിടെ ബിൽഡ് ആവും എന്നുള്ളതാണ് മെയിൻ കാര്യം ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് അപ്രോപ്രിയേറ്റ്ലി റെഗുലേറ്റഡ് ഫണ്ട്സ് റെഗുലേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഫണ്ട്സ് റെഗുലേറ്റഡ് ആയിരിക്കും. അൺറെഗുലേറ്റഡ് ഫണ്ട്സ് ഹൂസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജർ ഈസ് അപ്രോപ്രിയേറ്റ്ലി റെഗുലേറ്റഡ് ആൻഡ് രജിസ്റ്റേർഡ് ആസ് എ കാറ്റഗറി ഇവൻ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം നടത്തണമെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു കൺട്രി ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിലാണെങ്കിൽ FPI നടത്തണമെങ്കിൽ അവർ നിർബന്ധമായിട്ടും FPI കാറ്റഗറി, താഴെ പറയുന്നിരിക്കുന്ന ഏതെങ്കിലും കാറ്റഗറി നിർബന്ധമായിട്ടും രജിസ്റ്റേർഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന നാലാമത്തെ പോയിന്റ് അത് കാറ്റഗറി 1 രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇപ്പൊ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വ്യക്തി ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിലുള്ള ഒരു കമ്പനിയിലാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്, അവർ ഇന്ത്യയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ കമ്പനിയിലുള്ള ഏത് കമ്പനിയാണോ, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വ്യക്തി, എൻറ്റിറ്റീസ് ഫ്രം എ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് മെമ്പർ കൺട്രീസ്, FATF-നകത്തുള്ള മെമ്പർ കൺട്രി ആയിട്ടുള്ള ഒരു കൺട്രി. ഓക്കെ,
ഓർ ഫ്രം എനി കൺട്രി സ്പെസിഫൈഡ് ബൈ ദ ഗവൺമെന്റ്. ഒന്നെങ്കിൽ FATF-നകത്തുള്ള മെമ്പർ കൺട്രി ആയിട്ടുള്ള ഒരു കൺട്രി ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെ വേറെ ഏതെങ്കിലും ഒരു പുറത്തുള്ള ഗവൺമെന്റുമായിട്ട് കരാർ ഏർപ്പെട്ടിട്ട് അവർ ഇവിടുത്തെ സെൻട്രൽ ഗവൺമെന്റ് പറയാണ് ആ പുറത്തുള്ള ആ ഒരു ഗവൺമെന്റ്, ഇപ്പോൾ US ഗവൺമെന്റ് ആണെങ്കിൽ ആ ഗവൺമെന്റ് നമുക്ക് FATF-നകത്തുള്ള മെമ്പർ എന്നുള്ള രീതി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് തന്നെ പറയുകയാണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് തന്നെ പറയുകയാണെങ്കിൽ ബൈ ആൻ ഓർഡർ ഓർ ബൈ വേ ഓഫ് ആൻ എഗ്രിമെന്റ് ഓർ ട്രീറ്റി വിത്ത് അതർ സോവറിൻ ഗവൺമെന്റ്സ്. പുറത്തുള്ള ഗവൺമെന്റ്സ്, ഇവിടുത്തെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ പുറത്തുള്ള ഒരാൾക്കാർ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പുറത്തുള്ള ഏത് വ്യക്തിയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ വ്യക്തി ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനകത്തുള്ള മെമ്പർ കൺട്രിക്കകത്ത് ഒരു കൺട്രിയിലുള്ള ഒരാളായിരിക്കണം. ഇപ്പൊ US എന്ന് പറയുന്നതാണെങ്കിൽ FATF-നകത്തുള്ള മെമ്പർ കൺട്രി ആണെങ്കിൽ ആ US എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രിക്കകത്തുള്ള ഒരു വ്യക്തിയായിരിക്കണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, SEBI എല്ലാം ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ മനസ്സിലായില്ലേ, അതല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് വേറെ ഏതെങ്കിലും പുറത്തുള്ള ഏതെങ്കിലും രാജ്യമായിട്ടുള്ള ഗവൺമെന്റുമായിട്ട് കരാർ എന്തെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെ പറയാം നമുക്ക് അവരെ FATF കൺട്രി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ, മെമ്പർ കൺട്രിയായിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇന്ത്യക്ക് പുറത്തുള്ളവർ വേണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ഇവിടുത്തെ റെഗുലേഷൻസ് അവർ പാലിക്കണം. അത് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ളവർ എന്ത് ചെയ്യണം, അവിടുത്തെ ഏതെങ്കിലും ഒരു കൺസേൺ ആയിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റി അവിടെ ഉണ്ടായിരിക്കും. ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ അയാൾ ആ കൺസേൺ ആയിട്ടുള്ള അവിടെ ഒരു കൺസേൺ അതോറിറ്റി ഉണ്ടായിരിക്കണം. FPA നടത്തുകയാണെങ്കിൽ അവിടുത്തെ ഒരു അതോറിറ്റിയിൽ ഇയാൾ രജിസ്റ്റേർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു അതോറിറ്റി ഇയാൾക്ക് അവിടെ ഉണ്ടായിരിക്കണം. അത് കൂടാതെ തന്നെ ഇന്ത്യയിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഇവിടുത്തെ റെഗുലേഷൻസ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് അവർ പാലിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. ഓക്കെ, അപ്രോപ്രിയേറ്റഡ്ലി റെഗുലേറ്റഡ് ഫണ്ട്സ്, അൺറെഗുലേറ്റഡ് ഫണ്ട്സ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പുറത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ വന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം, അല്ലെങ്കിൽ കാറ്റഗറി 1-ൽ എന്തൊക്കെ ഉൾപ്പെടുത്തും എന്നതാണ് പറയുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. എൻറ്റിറ്റീസ് ഫ്രം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് കൺട്രീസ്, മെമ്പർ കൺട്രീസ് ഓർ ഫ്രം എനി കൺട്രി സ്പെസിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ബൈ ആൻ ഓർഡർ ഓർ ബൈ വേ ഓഫ് എൻ എഗ്രിമെന്റ് ഓർ ട്രീറ്റി. ഒന്നെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും FATF-നകത്തുള്ള മെമ്പർ കൺട്രീസ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് വേറെ ഏതെങ്കിലും പുറത്തുള്ള ഒരു ഗവൺമെന്റുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റ് തന്നെ പറയുകയാണെങ്കിൽ ഓക്കെ ഇവർക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ ഓക്കെ വിച്ച് ആർ അപ്രോപ്രിയറ്റ്ലി റെഗുലേറ്റഡ് ഫണ്ട്സ്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് എന്താണ്, റെഗുലേറ്റഡ് ആണ്, അത് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അൺറെഗുലേറ്റഡ് ഫണ്ട്സ് പക്ഷേ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് അൺറെഗുലേറ്റഡ് ആണ്, പക്ഷേ ഇതിനകത്ത് ഇവിടെയുള്ള ഇൻവെസ്റ്റ്മെന്റ് മാനേജർ ആരാ, റെഗുലേറ്റഡ് ആണ്. ഓക്കെ, അൺറെഗുലേറ്റഡ് ഫണ്ട്സ് ഹൂസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജർ ഇസ് റെഗുലേറ്റഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് കമ്പനീസിലാണ് എന്ത് ചെയ്യുന്നത്, പുറത്തുള്ള ഒരു വ്യക്തി ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇൻഷുറൻസ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, IRDA റെഗുലേറ്റഡ് ആണ്, അവരെ റെഗുലേറ്റ് ചെയ്തിരിക്കും, IRDA ആണ് നോക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനീസിനാണെങ്കിൽ ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനീസിനകത്തുള്ള ഫണ്ട്സ് പക്ഷേ റെഗുലേറ്റഡ് അല്ല, പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് മാനേജർ ആണെങ്കിൽ എന്താണ് പറയുക, SEBI റെഗുലേറ്റഡ് ആണ്. മനസ്സിലായില്ലേ? ഒന്നെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് റെഗുലേറ്റഡ് ആയിരിക്കണം, അതല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് മാനേജർ റെഗുലേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അത് കൂടാതെ നീ പറഞ്ഞിരിക്കുന്ന ഇൻവെസ്റ്റ് ഏത് വ്യക്തിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ പറഞ്ഞിരിക്കുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തി FATF-നകത്തുള്ള മെമ്പർ കൺട്രീസിനകത്തുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഇതാണ് ഇതിനകത്ത് മൊത്തം പറയുന്നത്. അതായത് FATF-നകത്തുള്ള ഒന്നെങ്കിൽ FATF-നകത്തുള്ള മെമ്പർ കൺട്രീസിനകത്തുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഇവിടെ വന്ന് FPA നടത്തേണ്ടത്. അത് കൂടാതെ തന്നെ ഈ പറഞ്ഞിരിക്കുന്നവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, FPA-നകത്തുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം, SEBI രജിസ്റ്റേർഡ് ആയിരിക്കണം, എന്നാലേ അവർക്ക് ഇവിടെ FPA നടത്താൻ പറ്റും. FPA അവിടെ നടത്തണമെങ്കിൽ എന്താണ്, ഇവിടുത്തെ ഏതെങ്കിലും FPA കാറ്റഗറിയിൽ അവർ രജിസ്റ്റേർഡ് ആയിരിക്കണം. അതുകൂടാതെ പുറത്തുള്ള ഏതെങ്കിലും പുറത്തുള്ള ഏത് വ്യക്തിയാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയാണെങ്കിൽ FATF മെമ്പർ കൺട്രീസിലുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഓക്കെ, അതുകൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് ഇവിടെ എത്ര എമൗണ്ടാണ് ഇവിടെ FPA ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഫണ്ട് ആണെങ്കിൽ റെഗുലേറ്റഡ് ആയിരിക്കണം. ഒന്നെങ്കിൽ ഫണ്ട് റെഗുലേറ്റഡ് ആയിരിക്കണം, അതല്ലെങ്കിൽ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് മാനേജർ എന്തായിരിക്കണം, റെഗുലേറ്റഡ് ആയിരിക്കണം. അതാണ് ഇവിടെ കോമൺ ആയിട്ട് പറയുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെ അപ്പോൾ ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ജനറലായിട്ട് ഒറ്റ കുറച്ചുകൂടെ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി പുറത്തുള്ള ഒരു വ്യക്തി ഇന്ത്യയിലോ ഇവിടെ FPA ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അവിടുത്തെ പെർട്ടിക്കുലർ ആയിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റി അവിടെ ഉണ്ടായിരിക്കണം. 1. 2, ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും FATF കൺട്രീസിൽ FATF മെമ്പർ കൺട്രീസിനകത്തുള്ള ഏതെങ്കിലും കൺട്രിയിലുള്ള ഒരു വ്യക്തി ആയിരിക്കണം. 3, ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി ഇവിടെ FPA ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇയാളെയാണെങ്കിൽ FPAക്കകത്തുള്ള ഏതെങ്കിലും കാറ്റഗറിയിലാണെങ്കിൽ SEBI രജിസ്റ്റേർഡ് ആയിരിക്കണം. മനസ്സിലായില്ലേ? 4, ഈ പറഞ്ഞിരിക്കുന്ന ഒന്നെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് റെഗുലേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇപ്പം ഇൻഷുറൻസ് കമ്പനീസ് ആണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ IRDA റെഗുലേറ്റഡ്, ഫണ്ട് റെഗുലേറ്റഡ് ആയിരിക്കണം. അതല്ലെങ്കിൽ ഇവിടെയുള്ള ഇൻവെസ്റ്റ്മെന്റ് മാനേജർ എന്തായിരിക്കണം, റെഗുലേറ്റഡ് ആയിരിക്കണം. ആരെങ്കിലും ഒരാൾ കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. മനസ്സിലായില്ലേ? പിന്നെ അതുകൂടാതെ തന്നെ പറയുന്നത് എന്താണ്,
യൂണിവേഴ്സിറ്റി റിലേറ്റഡ് എൻഡോമെന്റ്സ് ഓഫ് സച്ച് യൂണിവേഴ്സിറ്റീസ് ദാറ്റ് ഹാവ് ബീൻ എക്സിസ്റ്റൻസ്. ഇത് യൂണിവേഴ്സിറ്റിന്റെ ഫണ്ട്സ് നമ്മൾ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യണം. ആ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ വന്നിട്ട് ഏകദേശം എത്രയായി, 5 വർഷത്തിൽ കൂടുതലായി അവർ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. മനസ്സിലായില്ലേ? യൂണിവേഴ്സിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഉള്ള യൂണിവേഴ്സിറ്റി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ യൂണിവേഴ്സിറ്റി വന്നിട്ട് 5 വർഷത്തിൽ കൂടുതലായി. ഓക്കെ, അത്രേ ഉള്ളൂ ഇവർ മെയിനായിട്ട് പറയുന്നത്. അപ്പം സിമ്പിളായിട്ട് ഇത്ര നിങ്ങൾ ഓർത്താൽ മതി. FATF എന്താണ് സംഭവം, ജസ്റ്റ് ഇങ്ങനെ ഇതാണ് FPA എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് ഒന്നുകൂടെ ഷോർട്ടായിട്ട് പറയാം. FPA എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യമാണെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു കൺട്രി, ഇന്ത്യയിലുള്ള ആണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ 10% താഴെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഷെയർസിൽ ടോട്ടൽ ഷെയർസിന് 10% താഴെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ FPA എന്ന് പറയുന്നത്. അതിനകത്തോടെ കാറ്റഗറി 1 നമ്മൾ പറയുന്നത് ഗവൺമെൻറ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്, റിലേറ്റഡ് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഈ FPA ഈ വ്യക്തി നടത്തണമെങ്കിൽ ആ പുറത്തുള്ള ഏത് വ്യക്തിയാണ് ഇവിടെ FPA നടത്തുന്നത്, ആ വ്യക്തിയാണെങ്കിൽ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള കൺട്രിയിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അവിടെ ഒരു റെഗുലേറ്റർ ഉണ്ടായിരിക്കണം. അത് കൂടാതെ തന്നെ ആ പറഞ്ഞിരിക്കുന്ന വ്യക്തി FATF മെമ്പർ കൺട്രീസിനകത്ത് ഒരു കൺട്രിക്കകത്തുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ, കൺട്രിക്കകത്തുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും FPAയിലെ ഏതെങ്കിലും കാറ്റഗറീസ് ആണെങ്കിൽ രജിസ്റ്റേർഡ്, സെബിയിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ പുള്ളിക്കാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഒന്നെങ്കിൽ റെഗുലേറ്റഡ് ആയിരിക്കണം, അതല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇവിടത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് മാനേജർ ആരാണോ ആ വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യണം, റെഗുലേറ്റഡ് ആയിരിക്കണം. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. പിന്നെ അതുകൂടാതെ യൂണിവേഴ്സിറ്റിയുടെ ഫണ്ട്സിന് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി 5 വർഷത്തിൽ കൂടുതൽ നിലനിന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ആൻ എൻറ്റിറ്റി ഹൂസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജർ ഈസ് ഫ്രം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് മെമ്പർ ഓഫ് കൺട്രി ആൻഡ് സച്ച് ആൻ ഇൻവെസ്റ്റ്മെന്റ് മാനേജർ ഈസ് രജിസ്റ്റേർഡ് ആസ് കാറ്റഗറി 1. ഓക്കെ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഓർ B വിച്ച് ഈസ് അറ്റ്ലീസ്റ്റ് 75% ഓൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബൈ അനദർ എൻറ്റിറ്റി. അത് 2 കാര്യം പറഞ്ഞത്. ഒന്ന്, ഒരു എൻറ്റിറ്റി ആ എൻറ്റിറ്റിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് മാനേജർ എന്ന് പറയുമ്പോഴത്തേനാണെങ്കിൽ FATF-നകത്തുള്ള മെമ്പർ കൺട്രിയാണ്. അത് കൂടാതെ തന്നെ ആ പറഞ്ഞിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് മാനേജർ ആണെങ്കിൽ അത് തന്നെ FATF-നകത്തുള്ള മെമ്പർ കൺട്രിക്കകത്തുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അതുകൂടാതെ തന്നെ എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറി 1-നകത്ത് രജിസ്റ്റേർഡ് ആയിരിക്കണം. അതല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു കൺട്രി ആണെങ്കിൽ വേറൊരു എൻറ്റിറ്റി ആണെങ്കിൽ 75% ആണെങ്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഏത് എൻറ്റിറ്റിയാണ് ഹോൾഡ് ചെയ്യുന്നത് ആ എൻറ്റിറ്റി ആണെങ്കിൽ FATF-നകത്തുള്ള മെമ്പർ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന FPA നമുക്ക് നടത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. അതാണ് കാറ്റഗറി 1. കാറ്റഗറി 1 അവിടെ കഴിഞ്ഞു. കാറ്റഗറി 2 വരിക. കാറ്റഗറി 1-നകത്തുള്ള എല്ലാം കാറ്റഗറി 2-നകത്ത് വരും. അതാണ് പറയുന്നത്. ഇൻക്ലൂഡ് ഇൻവെസ്റ്റേഴ്സ് നോട്ട് എലിജിബിൾ അണ്ടർ കാറ്റഗറി 1 ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സച്ച് ആസ് അപ്രോപ്രിയറ്റ് റെഗുലേറ്റഡ് ഫണ്ട്സ് നോട്ട് എലിജിബിൾ അണ്ടർ കാറ്റഗറി 1-ൽ പറഞ്ഞിരിക്കുന്ന ഫണ്ട്സ് അല്ലാത്ത എല്ലാം എന്ത് ചെയ്യും, കാറ്റഗറി 2-നകത്ത് വരും. എൻഡോമെന്റ്സ് ആൻഡ് ഫൗണ്ടേഷൻസ്, നമ്മൾ ഈ പറയുന്ന നമ്മൾ ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഫണ്ട് കൊടുക്കത്തില്ല, അതേപോലത്തെ പരിപാടി. കോർപ്പറേറ്റ് ബോഡീസ്, കമ്പനീസ് പറയുന്നുണ്ട്, ഫാമിലി ഓഫീസസ്, ഇൻഡിവിജ്വൽസ്, ഇതൊക്കെയാണ് എന്ത് കാറ്റഗറി 2-നകത്ത് വരുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ അപ്രോപ്രിയേറ്റഡ്ലി റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് ഇൻവെസ്റ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദിയർ ക്ലയന്റിന്റെ ബിഹാഫ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ആസ് പെർ കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബോർഡ് ഫ്രം ടൈം. ബോർഡിന്റെ കണ്ടീഷൻസ് പ്രകാരമാണെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടാണെങ്കിൽ അപ്രോപ്രിയേറ്റ്ലി ആണെങ്കിൽ നമ്മൾ റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് ഇൻവെസ്റ്റിംഗ് ഓൺ ബിഹാഫ് ക്ലയന്റിന്റെ ബിഹാഫിന് ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാണെങ്കിൽ, അല്ലെങ്കിൽ അൺറെഗുലേറ്റഡ് ഫണ്ട്സ് ഫ്രം ലിമിറ്റഡ് പാർട്ണർഷിപ്പ് ആൻഡ് ട്രസ്റ്റ്. അതായത് ട്രസ്റ്റിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ലിമിറ്റഡ് പാർട്ണർഷിപ്പിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റോ, പക്ഷേ അവിടെ റെഗുലേഷൻ ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ അവരെല്ലാം ഇവിടെ വരും, കാറ്റഗറി 2-നകത്ത് വരും. മനസ്സിലായില്ലേ? കാറ്റഗറി 1 കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് അവിടെ ഈ 2 നോക്കുവാണെങ്കിൽ. നെക്സ്റ്റ് പറയുന്നത് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മ്യൂച്വൽ ഫണ്ട് പോലത്തുള്ള സംഭവം തന്നെയാണ്. പക്ഷേ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോഴത്തേനാണെങ്കിൽ ലിസ്റ്റഡ് ആയിരിക്കും. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സെബിന്റെ മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻസ് പ്രകാരം ലിസ്റ്റഡ് ആയിരിക്കും. പക്ഷേ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ലിസ്റ്റഡ് അല്ല, അവിടെ പ്രൈവറ്റ്ലി ആണ് എന്ത് ചെയ്യുന്നത്, പൂൾ ചെയ്യുന്ന ഫണ്ട്. അപ്പോൾ അവർ ലിസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് എന്താണ്, അവിടെ ലിക്വിഡിറ്റി കുറവായിരിക്കും. കാരണം പെട്ടെന്ന് ഇമീഡിയറ്റ്ലി നമുക്ക് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കാൻ വേണ്ടി പറ്റത്തില്ല. അതാണ് മെയിനായിട്ട് AF-ന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അതാണ് മെയിൻ AF എന്ന് ഇതൊരു ലിസ്റ്റ്. പക്ഷേ എന്നാൽ ഇപ്പോൾ ലിസ്റ്റഡ് അല്ലെങ്കിൽ പോലും സെബിന്റെ റെഗുലേഷൻസ് ഇവർ പാലിക്കണം. കാരണം ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്നത് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് AF ആർ ഡിഫൈൻഡ് അണ്ടർ റെഗുലേഷൻ 2 സബ് ക്ലോസ് 2(1)(b). 2(1)(b) എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻസിനകത്താണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറയുക, നമ്മുടെ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആണെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് റെഗുലേഷൻസ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പാർട്ടിസിപ്പൻസിനകത്ത് അവരുടേതായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ AF-ന്റെ റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ 2012 അതുപോലെ തന്നെ എന്താ പറയുക, FPA-ന്റെ റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ 2019. ഓക്കെ, സെബിയാണ് ഇവർക്കെല്ലാം റെഗുലേഷൻസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം AF ആണെങ്കിൽ 2012 റെഗുലേഷൻസ് പ്രകാരം AF-നെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അക്കോർഡിംഗ് ടു സെബി AF റെഗുലേഷൻസ് 2012, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് മീൻസ് എ ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ ഇൻ ദ ഫോം ഓഫ് ട്രസ്റ്റ്. ഇന്ത്യയിലാണെങ്കിൽ
ആണെങ്കിൽ ഒരു ട്രസ്റ്റിന്റെ ഫോമിലോ അതല്ലെങ്കിൽ ഒരു കമ്പനീന്റെ ഫോമിലോ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പിന്റെ ഫോമിലോ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോം ഓഫ് ഫണ്ടിനെയാണ് നമ്മൾ AF എന്ന് പറയുന്നത്. ഓക്കെ, അവർ ഈസ് എ പ്രൈവറ്റ്ലി പോൾഡ് ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾ വിച്ച് കളക്ട്സ് എ ഫണ്ട്, മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ, പക്ഷേ ഇവിടെ പ്രൈവറ്റ്ലി പൂൾ ചെയ്യുന്നതാണ്, മറ്റേ പബ്ലിക്കലിയാണ് പൂൾ ചെയ്യുന്നത്. ഓക്കെ, ഈസ് എ പ്രൈവറ്റ്ലി പൂൾഡ് ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾ വിച്ച് കളക്ട്സ് ഫണ്ട്സ് ഫ്രം ദി ഇൻവെസ്റ്റേഴ്സ് വേർ ഇന്ത്യൻ ഓർ ഫോറിൻ, ഇന്ത്യനോ അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നു ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഡിഫൈൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസി. ഡിഫൈൻ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പോളിസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? ഇൻവെസ്റ്റേഴ്സിന് ബെനിഫിറ്റിന് വേണ്ടി ഡിഫൈൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസികൾ സെറ്റ് ചെയ്തിട്ട് പ്രൈവറ്റ്ലി ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് പൂൾ ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് AF എന്ന് പറയുന്നത്. പ്രൈവറ്റ്ലി ആണ്, മറ്റേത് പബ്ലിക്കലി, അതാണ് വ്യത്യാസം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കവർഡ് അണ്ടർ സെബി മ്യൂച്വൽ ഫണ്ട് ആണ്. മ്യൂച്വൽ ഫണ്ട് കൊണ്ട് മ്യൂച്വൽ ഫണ്ടിന് എന്ത് വരാത്ത, മ്യൂച്വൽ ഫണ്ട് പബ്ലിക്കലി ആയതുകൊണ്ടാണ് എന്ത് മ്യൂച്വൽ ഫണ്ട് വരാത്തത്, മനസ്സിലായില്ലേ? ഇത് പ്രൈവറ്റ്ലി ആണെങ്കിലും എന്താണ്, സെബിയുടെ നിയമങ്ങൾ ഇവരും പാലിക്കണം, കാരണം ഇൻവെസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് സെബിന്റെ റോളാണ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ലിസ്റ്റ് ഇത് പബ്ലിക്കലി അവൈലബിൾ അല്ല എന്ന് പറഞ്ഞാൽ സെബിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടെന്നല്ല ഇതിന്റെ മീനിങ് എന്ന്. ഓക്കെ, സെബിക്ക് അത് ഇവരുടെ ആയിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട്, അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. അതുമാത്രം ഇറ്റ് ഈസ് നോട്ട് കവേർഡ് അണ്ടർ സെബി മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻസ് 1996. ഓക്കെ, 1996 സെബി കളക്റ്റീവ് ഇൻവെസ്റ്റർ സ്കീംസ് CAS കളക്റ്റീവ് ഇൻവെസ്റ്റർ സ്കീംസ് 1999, അതുപോലെ മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻസ് 1996 എന്താണ്, ഇത് ഈ പറഞ്ഞിരിക്കുന്ന AF ഉൾപ്പെടുത്തത്തില്ല, മനസ്സിലായില്ലേ? നെക്സ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹൗ എവർ ദ ഫോളോയിങ് ഷാൽ നോട്ട് ബി, എന്തായാലും മ്യൂച്വൽ ഫണ്ട് CS വരത്തില്ല, അത് കൂടാതെ താഴെ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല, വരത്തില്ല. ഓക്കെ, however the following shall not be considered as AF for the purpose of the regulations. ഒന്നെന്താ, ഫാമിലി ട്രസ്റ്റ് സെറ്റപ്പ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് റിലേറ്റീവ്സ്. ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ഫണ്ട് രൂപീകരിച്ചത് ഫാമിലി ട്രസ്റ്റ് എന്ന് പറയും. 2 ESOP ട്രസ്റ്റ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ. ഇത് ബേസിക്കലി ആണെങ്കിൽ ഷെയർ ബേസ്ഡ് എംപ്ലോയി ബെനിഫിറ്റ്സ്. ഞാൻ പറഞ്ഞല്ലോ, എംപ്ലോയീസിന് വേണ്ടിയിട്ടാണെങ്കിൽ എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് കമ്പനീസ് കൊടുക്കുന്നതാണ് ഷെയർസ്. ഈ പറഞ്ഞിരിക്കുന്ന ഷെയർസ് ആണെങ്കിൽ എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഷെയർസ് എല്ലാം കൂടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ട്രസ്റ്റ് ആണിത്. എംപ്ലോയീസിന്റെ ബെനിഫിറ്റിന് വേണ്ടി രൂപീകരിച്ചുള്ള ട്രസ്റ്റിനാണ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്ന അവരുടെ ട്രസ്റ്റ്, ESOP ട്രസ്റ്റ് എന്ന് പറയും, അതാണ് പറയുന്നത്. ഓക്കെ, ESOP ട്രസ്റ്റ് സെറ്റപ്പ് ബൈ സെബി ഷെയർ ബേസ്ഡ് എംപ്ലോയി ബെനിഫിറ്റ്സ് റെഗുലേഷൻസ് 2014 ആസ് പെർമിറ്റഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിന് അത് പറയുന്ന സെബി റെഗുലേഷൻസ് 2014 പറയുന്ന ESOP ട്രസ്റ്റ് ഇവരെന്ത് വരത്തില്ല, ഇവർ ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന AF കാറ്റഗറിക്കകത്ത് വരത്തില്ല. അപ്പോൾ ആദ്യം എന്ത് വരത്തില്ല, മ്യൂച്വൽ ഫണ്ട് വരത്തില്ല, CAS വരത്തില്ല, ESOP വരത്തില്ല, ESOP വരത്തില്ല. 3 എംപ്ലോയീസ് വെൽഫെയർ ട്രസ്റ്റ്, എംപ്ലോയീസിന്റെ വെൽഫെയറിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ട്രസ്റ്റ്, അവരുടെ സ്വന്തം അവരുടെ ബെനിഫിറ്റിന് വേണ്ടി, ആ കമ്പനിക്ക് അകത്തുള്ള ആൾക്കാരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ലേ. അത് പിന്നെ ആ ഒരു കാര്യം AF-യോട് എന്ത് ബന്ധം? കാരണം AF എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവന് വേണം റിട്ടേൺ കിട്ടാൻ. ഇവിടെ നിന്ന് കമ്പനിക്ക് അകത്തുള്ള വ്യക്തികൾക്ക് തന്നെ നമ്മൾ ഒരു ട്രസ്റ്റായിട്ട് രൂപീകരിച്ച് അവിടെ AF-ന് എന്ത് റോൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എംപ്ലോയി വെൽഫെയർ ട്രസ്റ്റ് അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി ട്രസ്റ്റ്. ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കമ്പനിക്കകത്ത് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പെർഫോമൻസ് അനുസരിച്ചാണ് അവർ കൊടുക്കുന്നത്, മനസ്സിലായി? ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഗ്രാറ്റുവിറ്റി ട്രസ്റ്റ് സെറ്റപ്പ് ഓഫ് ദ ബെനിഫിറ്റ് ഓഫ് എംപ്ലോയീസ്, ഹോൾഡിംഗ് കമ്പനീസ് വിത്ത് ദ മീനിങ് ഓഫ് സെക്ഷൻ, ഹോൾഡിംഗ് കമ്പനി സെക്ഷൻ 2+46 കമ്പനീസ് ആക്ടിനകത്തുള്ള സെക്ഷൻ 2+46 സെക്ഷൻ 2+46 കമ്പനീസ് ആക്ട് പ്രകാരമാണെങ്കിൽ അതിന് കമ്പനീസ് ആക്ടിനകത്തുള്ള സെക്ഷൻ 2+46 പ്രകാരമുള്ള ഹോൾഡിംഗ് കമ്പനീസ്. ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം, അതിന്റെ പാരന്റ് കമ്പനി ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണെന്ത് ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പാരന്റ് കമ്പനി. അവിടെ അണ്ടറിൽ എന്തൊക്കെ വരുന്നത്, റിലയൻസ് ഡിജിറ്റലൊക്കെ വരത്തില്ല, അതൊക്കെ എന്തായിരിക്കും, സബ്സിഡറി കമ്പനി ആയിരിക്കും. അതായത് ഒരു പാരന്റ് കമ്പനി കാണും, അവരുടെ ഒരുപാട് ബ്രാഞ്ചസ് ആണ്. ഇപ്പോൾ സാംസങ് എന്ന് പറഞ്ഞാൽ സാംസങ്ങിന്റെ ആയിട്ടുള്ള മെയിൻ ഒരു പാരന്റ് കമ്പനിയാണ്, അവരുടെ ബ്രാഞ്ചസ് പലയിടത്തും നമ്മളിപ്പോൾ കാണുന്നില്ല, അതല്ല അവരുടെ സബ്സിഡറീസ് ആണ്, മനസ്സിലായില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി വരത്തില്ല, അതുപോലെ ഹോൾഡിംഗ് കമ്പനി വരത്തില്ല, മ്യൂച്വൽ ഫണ്ട് വരത്തില്ല. മെയിൻ പോയിന്റ് കൊടുത്താൽ മതി. മ്യൂച്വൽ ഫണ്ട് വരത്തില്ല, AF-നകത്ത് വരത്തില്ല, CAS വരത്തില്ല, കളക്റ്റീവ് ഇൻവെസ്റ്റർ സ്കീം വരത്തില്ല, മ്യൂച്വൽ ഫണ്ട് വരത്തില്ല, ESOP വരത്തില്ല, ഫാമിലി ട്രസ്റ്റ് വരത്തില്ല, ഹോൾഡിംഗ് കമ്പനി വരത്തില്ല, എംപ്ലോയീസിന്റെ വെൽഫെയർ ട്രസ്റ്റ് ആണെങ്കിലും വരത്തില്ല, ESOP ട്രസ്റ്റ് ആണെങ്കിലും വരത്തില്ല, മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും വരത്തില്ല, CAS ആണെങ്കിലും വരത്തില്ല, ഇതൊന്നും വരത്തില്ല. പിന്നെ അതർ സ്പെഷ്യൽ പർപ്പസ്, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആണെങ്കിൽ അതും ഇതിനകത്ത് വരത്തില്ല. ഓക്കെ, പിന്നെ ഇത് പിന്നെ എന്താ പറയുക, എനി സച്ച് പൂൾ ഓഫ് ഫണ്ട്സ് വിച്ച് ഇസ് ഡയറക്റ്റ് വേറെ ഏതെങ്കിലും റെഗുലേറ്റർ ആണെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും പൂൾ ഓഫ് ഫണ്ട് ആണെങ്കിൽ അതും എന്താണ് ഇതിനകത്ത് വരത്തില്ല. അപ്പോൾ മെയിനായിട്ടുള്ള മെയിൻ പോയിന്റ്സ് ഒക്കെ തന്നെയാണെന്ത്, ഇതാണെന്ത് കാറ്റഗറി. ഇത് മീൻസ് ഇതൊന്നും കാറ്റഗറി ഇതൊന്നും AF-നകത്ത് വരാത്ത സാധനങ്ങളാണ്. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. നെക്സ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
കാറ്റഗറീസ് ഓഫ് എ എഫ്. അപ്പോൾ എ എഫ് എന്താണ്? പ്രൈവറ്റ്ലി പോൾ ചെയ്യുന്ന സാധനമാണ്. എ എഫിനകത്ത് വരാത്ത ഏതൊക്കെയാണ്? സി എസ് വരത്തില്ല, മ്യൂച്വൽ ഫണ്ട് വരത്തില്ല, ഫാമിലി ട്രസ്റ്റ് വരത്തില്ല, ESOP എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ വരത്തില്ല, ESOP ട്രസ്റ്റ് വരത്തില്ല, എംപ്ലോയി വെൽഫെയർ ട്രസ്റ്റ് വരത്തില്ല, ഹോൾഡിംഗ് കമ്പനി വരത്തില്ല. സെക്ഷൻ 2+46 പ്രകാരം ഹോൾഡിംഗ് കമ്പനിയുടെ കാര്യങ്ങളൊന്നും വരത്തില്ല. ഇതൊന്നും ഇതിനകത്ത് വരത്തില്ല. മനസ്സിലായില്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്താണ്, ഇതിനകത്ത് വരാത്ത എന്തൊക്കെയാണ്, ഇതിന്റെ കാറ്റഗറീസ് എന്താണ്, ഇതാണ് പറയുന്നത്. കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 3 കാറ്റഗറിയാണ്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3. കാറ്റഗറി 1 എന്ന് പറയുമ്പോഴത്തേക്കും കാറ്റഗറി 1 വിച്ച് ഇൻവെസ്റ്റ് ഇൻ സ്റ്റാർട്ടപ്പ് ഏർലി സ്റ്റേജ് കമ്പനീസ്. അതായത് ഗ്രോ ചെയ്തിട്ടില്ല, ഗ്രോ ചെയ്യാൻ വേണ്ടി പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ സീഡ് എന്ന് പറയത്തില്ലേ, വളർന്ന് വരാൻ വേണ്ടി പോകുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയോട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണ് കാറ്റഗറി 1. അവരാണ് കാറ്റഗറി 1 AF. അങ്ങനത്തെ ഉള്ളവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനത്തെ സ്റ്റാർട്ടപ്പിലൊക്കെ ആയിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, കാറ്റഗറി 1 AFനകത്തുള്ള ആൾക്കാർ. ഓക്കെ, വിച്ച് ഇൻവെസ്റ്റ് ഇൻ സ്റ്റാർട്ടപ്പ് ഓർ ഏർലി സ്റ്റേജ് വെഞ്ചേഴ്സോ സോഷ്യൽ വെഞ്ചേഴ്സോ ഓർ SME. സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള വെഞ്ചേഴ്സോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് വെഞ്ചേഴ്സോ, ഗ്രോ ചെയ്യാൻ വേണ്ടി പോകുന്ന, അല്ലെങ്കിൽ ഗ്രോ ചെയ്തിട്ടില്ല, വളർന്ന് വരാൻ വേണ്ടി പോകുന്ന ഒരു, എന്താ പറയുക, വളർന്ന് വരുന്നതിന് മുമ്പ്, മീൻസ് വളർന്ന് ഗ്രോ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതുണ്ടല്ലോ, അതാണ് കാറ്റഗറി 1 AFനകത്ത് വരുന്നത്. ഓക്കെ, മീൻസ് അതാണ് പറയുന്നത്. സ്റ്റാർട്ടപ്പ് ഓർ ഏർലി സ്റ്റേജ് വെഞ്ചേഴ്സ് ഓർ സോഷ്യൽ വെഞ്ചേഴ്സ് ഓർ SME, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, ചെറുകിട വ്യവസായങ്ങളെയാണ് SMEs എന്ന് പറയുന്നത്. ഓക്കെ, ഓർ ഇൻഫ്രാസ്ട്രക്ചർ അതർ സെക്ടേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ടേഴ്സോ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗ്രോ ചെയ്യാൻ വേണ്ടി പോകുന്നു, വളർന്നിട്ടില്ല, വളർന്നു വരുന്നതേ ഉള്ളൂ. ഈ വളർന്നു വരുന്നവരെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന KF കാറ്റഗറി 1 ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അപ്പം അതിനകത്ത് ഈ എന്താണ് പറയുക, ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയുക, നമ്മുടെ റോഡ് ബിൽഡിംഗ് ഇങ്ങനത്തെ ഉള്ള സാധനമാണല്ലോ. അപ്പം ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റായിട്ട് ഫണ്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ഫണ്ട്സ്, മീൻസ് എന്താണ് പറയുക, സ്റ്റാർട്ടപ്പിൽ ഗ്രോ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ വെഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടൊക്കെ SMEസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഇവിടൊക്കെയാണ്. അതായത് ഗ്രോ ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനീസിലാണെങ്കിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാറ്റഗറി 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാറ്റഗറി 2 എന്താ വരുന്നത്, കാറ്റഗറി 2 വിച്ച് ഡസ് നോട്ട് ഫിയർ അണ്ടർ കാറ്റഗറി 1. കാറ്റഗറി 1 3 ഇല്ലാത്തവരെയാണ് കാറ്റഗറി 2 എന്ന് പറയുന്നത്. ഓക്കെ, കാറ്റഗറി 2 എന്ന് പറയുന്നത്. ഓക്കെ, കാറ്റഗറി ഓക്കെ, and which does not undertake leverage or borrowing other than to meet day-to-day operations or requirements and as permitted in these regulations. അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസിനല്ലാതെ വേറെ ഒരു കാര്യത്തിന് അവരെന്ത് ചെയ്തില്ല, ലിവറേജ് എടുക്കത്തില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഡസ് നോട്ട് ഫാൾ അണ്ടർ കാറ്റഗറി 1 ആൻഡ് കാറ്റഗറി 3 വിച്ച് ഡസ് നോട്ട് അണ്ടർടേക്ക് ലിവറേജ് ഓർ ബോറോയിങ് അതർ ദൻ ഡേ ടു ഡേ ഓപ്പറേഷൻസിനല്ലാതെ വേറെ ഒന്നിനും ലിവറേജ് ലോൺ എടുക്കത്തില്ല. അതാണ് കാറ്റഗറി 3 വിച്ച് എംപ്ലോയ്സ് ഡൈവേഴ്സ് ഓർ കോംപ്ലക്സ് ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കും AF കാറ്റഗറി 3. അതാണ് നമ്മൾ ഈ പറഞ്ഞ ഫ്യൂച്ചേഴ്സ്, ഫോർവേഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു കോംപ്ലക്സ് ട്രേഡിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് കാറ്റഗറി 3. പിന്നെ വെഞ്ചർ ക്യാപിറ്റൽ പറയുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ എന്താണ്? വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് മീൻസ് ഒരു ഫോം ഓഫ് AF ആണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് മീൻസ് ആൻ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് വിച്ച് ഇൻവെസ്റ്റ് ഇൻ പ്രൈമർലി ഇൻ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. പബ്ലിക്കിൽ ട്രേഡ് ചെയ്യാത്ത, NSEയിലോ BSEയിലോ ലിസ്റ്റ് ആവാത്ത സെക്യൂരിറ്റീസിലായിരിക്കും ഇവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ഓക്കെ, ഓർ സ്റ്റാർട്ടപ്സ് എമർജിങ് ഓർ ഏർലി സ്റ്റേജ്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ നിർബന്ധമായിട്ട് ലിസ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. സ്റ്റാർട്ടപ്പ് അൺലിസ്റ്റഡ് ആണെങ്കിലും അവർക്ക് വർക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സ്റ്റാർട്ടപ്പിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അത് തന്നെയാണ്. അതുകൊണ്ട് മനസ്സിലായി, അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് എന്ത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്ന ഓർ സ്റ്റാർട്ടപ്സ് എമർജിങ് ഓർ നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന വരുന്ന അല്ലെങ്കിൽ ഏർലി സ്റ്റേജ് ആയിട്ടുള്ള കമ്പനീസ് അവരൊക്കെ. ഓക്കെ, ഏർലി സ്റ്റേജ് വെഞ്ചർ ക്യാപിറ്റൽ അണ്ടർടേക്സ് മെയിൻലി ഇൻവോൾവ് ഇൻ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനീസ്, അല്ലെങ്കിൽ പുതിയ സർവീസ് കൊടുക്കുന്ന കമ്പനീസ്, പുതിയ പ്രൊഡക്റ്റ്, പുതിയ സർവീസ്, പുതിയ ടെക്നോളജീസ് കൊടുക്കുന്ന ഒന്നെങ്കിൽ ഏർലി സ്റ്റേജ് ആയിട്ടുള്ള കമ്പനീസ് അല്ലെങ്കിൽ എമർജിംഗ് ആയിട്ടുള്ള കമ്പനീസിലാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് നമ്മൾ എന്ത് പറയുന്നത്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ VC എന്ന് പറയും, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയും. ഓക്കെ, അത് പുതിയൊരു പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ പുതിയൊരു സർവീസ് ആവാം, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ആവാം, അതാണ് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ഏഞ്ചൽ ഫണ്ട് എന്നും പറയും. അതിനകത്താണ് ഉൾപ്പെടുത്തുന്നവരാണെന്ത് ഈ ഒരു ഏഞ്ചൽ ഫണ്ട് പോലത്തെ. ഏഞ്ചൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ മാലാകയാണ്. നമുക്കാണെങ്കിൽ നമ്മുടെ തലയ്ക്കകത്താണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കമ്പനി ഉണ്ടാക്കണം, പക്ഷെ നമുക്ക് അതിനുള്ള ഐഡിയ ഉണ്ട്. നമുക്ക് ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് നോളജ് ഉണ്ട്, സാധനം ഒരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഫണ്ട് വേണം. ഫണ്ട് തരാൻ വേണ്ടിയിട്ടാണ് ഏഞ്ചൽ ഫണ്ട്സ്, മാലാകമാർ. നമ്മുടെ കയ്യിൽ ഐഡിയ ഉണ്ട്, ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് വേണം. ഫണ്ട് തരാൻ വേണ്ടിയിട്ട് ആരുണ്ട്, ഏഞ്ചൽ ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ ഏഞ്ചൽ ഫണ്ട്സ് തരുന്ന ക്യാപിറ്റൽ നമ്മൾ എന്ത് പറയും, സീഡ് ക്യാപിറ്റൽ എന്നും പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്
വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും, ഒരാളായിരിക്കും, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ തരുന്നത്, എന്നിട്ട് അത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ വളർന്ന് വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്ന് പറയുമ്പോഴത്തേനാണെങ്കിൽ എന്താണ് പറയാ, ഏരിയാസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ ഇവരൊക്കെയാണ് ഡിഫറെന്റ് വെഞ്ചർ ഗ്രൂപ്പ്സ് പ്രിഫർ, ഓരോ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിൽ ഓരോ രീതിയിലാണ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ഡിഫറെന്റ് വെഞ്ചർ ഗ്രൂപ്പ്സ് പ്രിഫർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. സം സ്പെഷ്യലൈസ് ഇൻ സീഡ് ക്യാപിറ്റൽ, വളർന്നു വരാനുള്ള കമ്പനീസിന് കൊടുക്കുന്നതാണ് സീഡ് ക്യാപിറ്റൽ. ഗ്രോത്ത് മനസ്സിലായി, നമ്മുടെ വിത്തിടത്തില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഏർലിയസ്റ്റ് എക്സ്പാൻഷൻ, നേരത്തെ അതായത് ഏർലി എക്സ്പാൻഷന് ബൈ ഫോക്കസ് ഓൺ എക്സിറ്റ് ഫിനാൻസിങ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ചിലവരാണെങ്കിൽ എക്സ്പാൻഷന് വേണ്ടിയിട്ടായിരിക്കും, ചിലവരാണെങ്കിൽ സീഡ് ക്യാപിറ്റൽ, സീഡ് നന്നായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് അവർ നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുക, അങ്ങനെ പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത് അവർ ഇൻവെസ്റ്റ്മെന്റ് മെയിനായിട്ട് നടത്തുന്നത്. മീൻസ് ബയോടെക്നോളജി അല്ലെങ്കിൽ മെഡിക്കൽ സർവീസസ്, കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക് കോമ്പോണൻസ്, സോഫ്റ്റ്വെയർ കമ്പനീസ് സീം ടു ബി മോസ്റ്റ് ലൈക്ലി. ബേസിക്കലി പുതിയ പ്രൊഡക്റ്റോ പുതിയ സർവീസസോ ആണെങ്കിലുള്ള കമ്പനീസ് അവർ ഗ്രോ ചെയ്ത് വരുന്ന അല്ലെങ്കിൽ എമർജ് ചെയ്ത് വരുന്നിട്ടുള്ള കമ്പനീസിലാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. ഇത് ഈ പറഞ്ഞിരിക്കുന്ന പുതിയ പ്രൊഡക്റ്റോ പുതിയ സർവീസസോ കൊണ്ടുവന്നിട്ടുള്ള സ്റ്റാർട്ടപ്സ് പോലത്തുള്ള കമ്പനീസിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയും. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണ് വെഞ്ചർ ക്യാപിറ്റൽ ആണെങ്കിൽ കൊണ്ടുവരുന്നത് എങ്ങോട്ട്, പുതിയ ഈ എന്താ പറയുക നന്നായി വളർന്നു വരുന്ന കമ്പനീസോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഫർദർ എക്സ്പാൻഡ് ചെയ്യാൻ ഉറപ്പുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞാൽ പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്. ഒന്നെങ്കിൽ പ്രൈവറ്റ് കമ്പനീസിന്റെ ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യാത്തുള്ള സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താണ് ലിക്വിഡിറ്റി അവിടെ പ്രോപ്പറായിട്ട് കിട്ടത്തില്ല, അതായത് ഇമീഡിയറ്റ്ലി ക്യാഷ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതാണ് മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന പ്രൈവറ്റ് ഇക്വിറ്റിനെ പറ്റിയിട്ടാണെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി പറയുന്നത് ഇത് ബേസിക്കലി ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈവറ്റ് ഇക്വിറ്റി എന്താ ചെയ്യുന്നത് പറയട്ടെ. പ്രൈവറ്റ് ഇക്വിറ്റിക്കകത്താണെങ്കിൽ മെയിനായിട്ട് പറഞ്ഞ് പ്രൈവറ്റ് ഇക്വിറ്റി ചെയ്യുന്ന ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഏതെങ്കിലും പബ്ലിക് കമ്പനിയാണ്. ഈ പബ്ലിക് കമ്പനിയിൽ ഇവരെന്ത് ചെയ്യും, ഇവരെങ്ങനെയെങ്കിലും ഈ പബ്ലിക് കമ്പനിയിൽ ഇവരെങ്ങനെയെങ്കിലും ഒരു വിലയ്ക്ക് വാങ്ങിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പബ്ലിക് കമ്പനിനെ വീണ്ടും കൺവേർട്ട് ചെയ്തിട്ട് പ്രൈവറ്റ് കമ്പനി ആക്കും. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഹ്യൂജ് അസറ്റ്സ് ഇവർക്ക് എന്ത് ചെയ്യും കിട്ടും. മനസ്സിലായില്ലേ? ടേക്ക് ഓവർ എന്ന് പറയുന്നത് ഒരു കമ്പനി വേറെ കമ്പനി ഏറ്റെടുക്കുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക. പബ്ലിക് കമ്പനി ഒരു പ്രൈവറ്റ് എക്സ്വൈസർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനിയെ എന്ത് ചെയ്യുക, ബൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞിരിക്കുന്ന പബ്ലിക് കമ്പനി എന്നിട്ട് ഈ ബൈ ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കമ്പനി ഇവർക്ക് കൺവേർട്ട് ചെയ്ത് പ്രൈവറ്റ് കമ്പനി ആക്കുക. അങ്ങനെ കംപ്ലീറ്റ് ഒരു പ്രൈവറ്റൈസേഷൻ അവിടെ കൊണ്ടുവരാനാണ് ഇവിടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? അപ്പോൾ അവർക്ക് കൂടുതൽ അസറ്റ് കിട്ടും. ഇനി ടൈപ്സ് ഓഫ് പ്രൈവറ്റ് ഇക്വിറ്റിനെ പറ്റി പറയുന്നുണ്ട്. 3 എണ്ണമാണുള്ളത്. ഒന്ന് ലിവറേജ് ബൈഔട്ട്, ഇമ്പോർട്ടൻറ്റ് സാധനം. ലിവറേജ് ബൈഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി വേറൊരു കമ്പനി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ലോൺ എടുത്ത് വാങ്ങിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇപ്പോൾ എക്സ്വൈസർ എന്ന് പറഞ്ഞിട്ടുള്ള എനിക്കൊരു കമ്പനിയുണ്ട്. എനിക്കാണെങ്കിൽ ABC എന്ന് പറഞ്ഞ കമ്പനി ആണെങ്കിൽ എന്ത് ചെയ്യണം, ഏറ്റെടുക്കണം. ABC എന്ന് പറഞ്ഞ കമ്പനിയെ ഏറ്റെടുക്കണമെങ്കിൽ എൻ്റെ ചിലപ്പോൾ എന്ത് ചെയ്ത് എൻ്റെ ഫുൾ ഇപ്പം ABC എന്ന കമ്പനിക്കാണെങ്കിൽ മൊത്തം നമുക്ക് 100 കോടി കൊടുത്തു കഴിഞ്ഞാൽ ABC എന്ന് പറഞ്ഞ കമ്പനി എനിക്ക് മൊത്തത്തിൽ കിട്ടും. അപ്പോൾ എനിക്ക് 100 കോടി എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഞാനൊരു 20 കോടി ഇട്ടിട്ട് ബാക്കി 80 കോടിയാണെങ്കിൽ ബാങ്കിൽ നിന്ന് വാങ്ങിച്ചിട്ട് കാരണം ഈ പറഞ്ഞിരിക്കുന്ന കമ്പനിയാണെങ്കിൽ എന്ത് ചെയ്യാം, ഫ്യൂച്ചർ നന്നായിട്ട് ഗ്രോ ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ബാക്കിയുള്ള ഒരു 80 കോടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞിരിക്കുന്ന കമ്പനിയെ കിട്ടത്തില്ല. അതായത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമ്മൾ ലോൺ എടുത്തിട്ടാണെങ്കിൽ വേറൊരു കമ്പനീനെ പർച്ചേസ് ചെയ്യുന്നതാണ് ലിവറേജ് ബൈ ഔട്ട്. ലോൺ എടുത്തിട്ട് വാങ്ങിക്കുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലോൺ എടുത്തിട്ട് വാങ്ങിക്കുന്നു. അടുത്തത് വെഞ്ചർ ക്യാപിറ്റൽ. നമ്മൾ മോളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഏർലി ആയിട്ടുള്ള ഒന്നെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതാണ് വെഞ്ചർ ഇസ് എ ബ്രോഡ് സബ് കാറ്റഗറി. പ്രൈവറ്റ് ഇക്വിറ്റിയുടെ ഒരു ഭാഗമാണ് ബ്രോഡ് സബ് കാറ്റഗറി പ്രൈവറ്റ് ഇക്വിറ്റി ദാറ്റ് റെഫേഴ്സ് ടു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് മെയ്ഡ് ടിപ്പിക്കലി ലെസ് മെച്യൂർ കമ്പനീസ്. വലിയ മെച്യൂർഡ് ആയിട്ടുള്ള കമ്പനീസ് അല്ല, വളർന്ന് വരുന്ന ഒരു കമ്പനീസ് ഉണ്ടല്ലോ, അവർക്കാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഫോർ ലോഞ്ച് ഏർലി ഡെവലപ്മെന്റ് ഓഫ് എക്സ്പാൻഷൻ. അവർക്ക് കുറച്ചുകൂടെ നേരത്തെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വളർന്ന് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രോത്ത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവർക്ക് നല്ലൊരു വളർച്ചയുണ്ട്. അവർ വളർന്നു വരുന്നവർ ഓൾറെഡി വളർന്നു കഴിഞ്ഞു. അവർക്കിനി ഫർദർ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഗ്രോത്ത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അടുത്ത ഏഞ്ചൽ ഫണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക, ഒരു കമ്പനി ആ കമ്പനിക്ക് പ്രോപ്പറായിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, കമ്പനീൻ്റെ ആയിട്ടൊരു ഐഡിയ കമ്പനിക്കുണ്ട്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഐഡിയ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കമ്പനിക്ക് ഫണ്ട് വേണം. ഈ ഫണ്ട് തരാൻ വേണ്ടി വന്നിട്ടുള്ള മാലകമാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏഞ്ചൽ ക്യാപിറ്റൽ. ഏഞ്ചൽ ഫണ്ട് റെഫേഴ്സ് ടു മണി പൂൾഡ് ക്രിയേറ്റഡ് ബൈ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്. HNIs ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഫണ്ടില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഇതിനകത്ത് എല്ലാത്തിനകത്തും ഫണ്ട് തരുന്ന ആൾക്കാരെല്ലാം HNIs ആയിരിക്കും, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്. അതായത് അംബാനി, അദാനി, അവരെ പോലത്തുള്ള ബിർള, ഇവരെ പോലത്തുള്ള അവരൊക്കെയാണ് വലിയ കോടീശ്വരന്മാർ. ഇവരൊക്കെ ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യത്തിലും കൂടുതൽ എല്ലാത്തിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. പ്രൈവറ്റ് ഇക്വിറ്റി ആണെങ്കിലും എല്ലാത്തിലും ആണെങ്കിലും HNIs ആണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ഇവർക്ക് പബ്ലിക്കിലി ആണെങ്കിൽ പബ്ലിക്കിന് ഫണ്ട് കിട്ടും ഇല്ല. അപ്പോൾ HNIs എന്ത് ചെയ്യും, അവർ ഇത്രയും വലിയ കോടീശ്വരന്മാരാണ്, അവരെന്ത് ചെയ്യും, അവരൊന്ന് ഇൻവെസ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പം അത്രേ ഉള്ളൂ. അതാണ് ഇതും ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഒരു സബ് കാറ്റഗറിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഏഞ്ചൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ, മനസ്സിലായില്ലേ? ഓക്കെ, ഏഞ്ചൽ ഫണ്ട് ബേസിക്കലി ആണെങ്കിൽ സെബി AIF റെഗുലേഷൻസിനകത്താണ് ഏഞ്ചൽ ഫണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഏഞ്ചൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞിരിക്കുന്ന വളർന്നു വരുന്ന അല്ലെങ്കിൽ ഒരു സീഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് കമ്പനീൻ്റെ ഒരു ഐഡിയ കാണും. ഓക്കെ, ആ ഒരു ഐഡിയ കമ്പനിക്ക് കാണും. ആ കമ്പനീൻ്റെ ഐഡിയ ആണെങ്കിൽ ഐഡിയ കമ്പനിക്കുണ്ട്. ഓക്കെ, എങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എക്സ്പെൻഡ് ചെയ്യണം പറ്റിയ ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഐഡിയ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഫണ്ട് വേണ്ടേ? കമ്പനി ഇപ്പോൾ എനിക്കൊരു കമ്പനിയുടെ പ്ലാൻ ഉണ്ട്. ഓക്കെ, കമ്പനി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്കിതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങും പരിപാടികളും അസിസ്റ്റൻസ് ഒക്കെ എനിക്ക് വേണമല്ലോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ആര് തരും? ഏഞ്ചൽ ഫണ്ട്, മാലാഖമാർ. നമ്മുടെ കയ്യിലുള്ള പ്ലാൻ ആണെങ്കിൽ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കിട്ടുന്ന ഫണ്ടാണെന്ത്? ഏഞ്ചൽ ഫണ്ട്സ് എന്ന് പറയുന്നത്, പ്രൈമറി സോഴ്സ്. മനസ്സിലായില്ലേ? അടുത്തത് ആങ്കർ ഇൻവെസ്റ്റേഴ്സ്. ശ്രദ്ധിച്ച് കേൾക്കുക, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. പക്ഷേ ഇത് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ സാധനമാണ്. അതായത് ഒരു കമ്പനി IPO ചെയ്യത്തില്ലേ, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യും. ഈ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞിരിക്കുന്ന IPO നടത്തുന്ന സമയത്ത് ഇത്ര ശതമാനം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന QIBസിന് കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ IPO ചെയ്യുന്നതിന് മുമ്പ് IPO പബ്ലിക്കിന് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ പറഞ്ഞില്ലേ, ഈ പറഞ്ഞിരിക്കുന്ന QIBസിന് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, ആ IPO ചെയ്യുന്നതിന് മുമ്പ് ഈ പറഞ്ഞിരിക്കുന്ന IPO ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം അല്ലെങ്കിൽ പബ്ലിക്കിന് ഷെയർസ് ഓഫർ ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം അല്ലെങ്കിൽ തൊട്ട് മുമ്പ് എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന എത്രയാണോ ഷെയർസ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നത്, എത്ര ഷെയർസ് ആണോ കമ്പനി ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതിൻ്റെ 50% എന്ത് ചെയ്യണം? ഈ ആദ്യം കൊടുക്കേണ്ടത് ആർക്ക് കൊടുക്കണം? ആദ്യം കൊടുക്കേണ്ടത് QIBസിന് കൊടുക്കണം. QIBs ഈ പറഞ്ഞിരിക്കുന്ന QIBസിന് കൊടുക്കുന്നത് എത്രയാണ്? ഇപ്പം 100 കോടിയാണ് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യേണ്ടതെന്നിരിക്കുക. ഷെയർസ് 100 കോടിയാണ് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. 100 കോടിയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 100 കോടീൻ്റെ 50% എത്ര? 50 കോടി. 50 കോടിയാണെങ്കിൽ ആർക്ക് കൊടുക്കണം? QIBസിന് കൊടുക്കണം. പക്ഷെ 50 കോടി മൊത്തം QIBസിന് കൊടുക്കൂ? ഇല്ല. ഈ 50 കോടീൻ്റെ 60% എടുക്കുക, അതായത് 30 കോടി. മനസ്സിലായില്ലേ? അതായത് 100 കോടിയാണ് മൊത്തം എമൗണ്ട് എങ്കിൽ 30 കോടി എങ്ങോട്ട് പോകും? 100 കോടിയാണ് മൊത്തം എമൗണ്ട് എങ്കിൽ 50% എന്ന് പറയുമ്പോൾ QIBസിലോട്ട് പോകും, 50 കോടി. ഓക്കെ, ഈ 50 കോടി എത്രയാണ്? അത് QIBസിലോട്ടും. ഈ QIBസിൻ്റെ 50 കോടി ഉണ്ടല്ലോ, ഈ 50 കോടീൻ്റെ 60%, അതായത് 30 കോടി എങ്ങോട്ട് പോകും? ആങ്കർ ഇൻവെസ്റ്റേഴ്സിലോട്ട് പോകും. ഇതാണ് അതിൻ്റെ ഒരു പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ. ആങ്കർ ഇൻവെസ്റ്റേഴ്സിലോട്ട് ഈ പറഞ്ഞിരിക്കുന്ന 30 കോടി പോകും. എന്നിട്ട് ഈ 30 കോടീൻ്റെ 1/3 ഉണ്ട്. ഈ 30 കോടിയാണല്ലോ ആങ്കർ ഇൻവെസ്റ്റേഴ്സിനുള്ളത്. ഇതിൻ്റെ 1/3 എന്താണ്? ഇതിൻ്റെ 1/3 എന്ന് പറയുമ്പോഴത്തേനാണെങ്കിൽ എവിടെ പോകും? മ്യൂച്വൽ ഫണ്ട്സിലോട്ട് പോകും. അപ്പോൾ ഇതാണ് ഫ്ലോ. നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി. ടോട്ടൽ എത്രയാണോ നമ്മൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്, IPO ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആ ടോട്ടലിൻ്റെ 50% QIBs എന്ന് പറഞ്ഞു, QIBസിന് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇത് IPOൻ്റെ ടൈമിൽ വേണം നമ്മൾ കൊടുക്കാൻ. അതിന് മുമ്പ് QIBസിന് മൊത്തം 50% കൊടുക്കത്തില്ല. അതിന് മുമ്പ് IPO നമ്മൾ നടത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ആങ്കർ ഇൻവെസ്റ്റേഴ്സിനെ ചൂസ് ചെയ്യണം. ആങ്കർ ഇൻവെസ്റ്റേഴ്സിനെ ചൂസ് ചെയ്തിട്ടാണെങ്കിൽ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് എത്രയാണോ നമ്മൾ QIBസിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ 60% വേണം ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ അവർക്ക് 10 കോടിയെങ്കിലും അവർക്ക് ഉണ്ടായിരിക്കണം. 10 കോടിയെങ്കിലും ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? നമ്മളിവിടെ HNIs എന്ന് പറയുന്നത് 2 കോടി അതിന് മുകളിലുള്ളവരാണ് HNIs എന്ന് പറയുന്നത്. ഓക്കെ, HNIs എന്ന് പറഞ്ഞാൽ 2 കോടിന് മുകളിലുള്ള ആൾക്കാരാണ് HNIs. അപ്പോൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. HNIs എന്ന് പറഞ്ഞാൽ 2 കോടിന് മുകളിലുള്ളവരാണ് എന്ത്? ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ. ഒന്നുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ ഷെയർസ് കമ്പനി ആണെങ്കിൽ പബ്ലിക്കിലോട്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ടോട്ടൽ ഷെയർസ് ഇപ്പോൾ ഇൻ കേസ് 100 കോടിയാണെന്ന് വിചാരിക്കുക. 100 കോടിയാണ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. 100 കോടി മൊത്തം പബ്ലിക്കിന് കൊടുക്കൂല. ആ 100 കോടീൻ്റെ 50% എങ്ങോട്ട് പോകും? 50% എന്ന് പറഞ്ഞാൽ QIBസിലോട്ടാണ് പോകുന്നത്. പക്ഷേ 50% മൊത്തം ഇല്ല. അപ്പം 100 കോടീൻ്റെ 50% 50 കോടി. ഈ 50 കോടീൻ്റെ 60%, അതായത് 30 കോടി QIBസ് എത്രയാണോ അലോക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ 60% എങ്ങോട്ട് പോകും? ആങ്കർ ഇൻവെസ്റ്റേഴ്സിലോട്ട് പോകും. ഓക്കെ, ആങ്കർ ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ മൊത്തം എമൗണ്ടും പോവോ? ഇല്ല. അതിൻ്റെ 1/3 എങ്ങോട്ട് പോകും? മ്യൂച്വൽ ഫണ്ടിലോട്ട് പോകും. ഇതാണ് അതിൻ്റെ ഒരു ഫ്ലോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് QIBs ആണ്. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് QIBs ആണ്. 10 കോടി വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന QIBസിനാണ് നമ്മൾ എന്ത് പറയുക? 10 കോടി അതിന് മുകളിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നവരെ നമ്മൾ എന്ത് പറയും? ആങ്കർ ഇൻവെസ്റ്റേഴ്സ്. 10 കോടി മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന QIBസിനെ നമ്മൾ എന്ത് പറയും?
ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ. ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. അതൊരു QIB ആണ്. ഓക്കെ, അവർ മിനിമം എത്ര ഇൻവെസ്റ്റ്മെന്റ് നടത്താം? 10 കോടി. മിനിമം എത്ര? 10 കോടി. മെയിൻ ബോർഡിലാണെങ്കിൽ 10 കോടി, അത് NSE-ലോ BSE-ലോ ആണെങ്കിൽ 10 കോടി. അതല്ലാതെ വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അത് ചെറുകിട വ്യവസായങ്ങളാണ്. അപ്പോൾ ഈ ചെറുകിട വ്യവസായങ്ങൾക്കാണെങ്കിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ലിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് SME എന്ന് പറഞ്ഞാൽ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അവിടെയാണ് അവർ ഈ പറഞ്ഞിരിക്കുന്ന ഫണ്ട് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവർക്ക് അവിടെ 2 കോടിയുടെ ആവശ്യമുള്ളൂ. അപ്പം മെയിനായിട്ട് നമ്മൾ പറയുന്നത് മെയിൻ ബോർഡിനാണെങ്കിൽ 10 കോടിയെങ്കിലും മിനിമം ആയിട്ട് വേണം, മറ്റേതാണെങ്കിൽ 2 കോടിയെങ്കിലും വേണം. അതാണ് എന്ത്, അവർക്ക് അങ്ങനെ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, അവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ഫണ്ട്, അവർക്ക് അത്രയെങ്കിലും അവർ മിനിമം എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. ഓക്കെ, ഷെയർസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എത്രയാണോ ഈ പറഞ്ഞ, ഇനി ആദ്യം എന്താണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ്? QIBs ആണ്. ഓക്കെ, അവർക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് വരെയാണ് അവർ മിനിമം എത്ര ഇൻവെസ്റ്റ്മെന്റ് നടത്തണം? 10 കോടി നടത്തണം. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് എത്രയാണ് അലോക്കേഷൻ? QIBസിന് എത്രയാണോ കൊടുക്കുന്നത് അതിന്റെ 60% ആണ് അലോക്കേഷൻ കൊടുക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 60% മൊത്തം കൊടുക്കത്തില്ല, അതിന്റെ 1/3 ഇവിടെ പോകും, മ്യൂച്വൽ ഫണ്ട്സിലോട്ട് പോകും. ഇതാണ് അതിന്റെ കംപ്ലീറ്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ, മനസ്സിലായില്ലേ? അപ്പോൾ IPOന് മുമ്പാണ് ഈ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. കാരണം ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഷെയർസിന് എന്തുമാത്രം പബ്ലിക്കിൽ ഡിമാൻഡ് വരും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ആങ്കർ ഇൻവെസ്റ്റർ പക്കയായിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്തണം. മനസ്സിലായില്ലേ? ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന എൻ്റെ ആങ്കർ ഇൻവെസ്റ്റേഴ്സ്. ഞാൻ മൊത്തത്തിൽ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറഞ്ഞാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതാണ് സംഭവം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, HNIs എന്ന് പറയും. ഓക്കെ, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈസ് എ ക്ലാസ് ഓഫ് ഇൻഡിവിജ്വൽസ്. HNIs എന്ന് പറഞ്ഞാൽ ആരാ? അംബാനി, അദാനി, ബിർള, ഇതുപോലത്തുള്ള കോടീശ്വരന്മാരാണ്. ഇവരാണ് ഈ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, HNIs ഈസ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഈസ് എ ക്ലാസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ആർ ഡിസ്റ്റിംഗ്വിഷ് ഫ്രം അതർ റീറ്റെയിൽ. ചെറുകിട വ്യവസായങ്ങൾ അല്ലെങ്കിൽ റീറ്റെയിൽ ആയിട്ടുള്ള സാധാരണക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എന്ത്? ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ. ഓൺ ദർ നെറ്റ്വർത്ത് അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റബിൾ സർപ്ലസ് വേർ ദർ ഇസ് നോ സ്റ്റാൻഡേർഡ് പുട്ട് ഫോർത്ത്. ഓർ HNIസിൻ്റെതായിട്ടുള്ള വലിയ ക്ലാസിഫിക്കേഷൻ അവർ മെയിനായിട്ട് പറയുന്നില്ല. ഓക്കെ, അത് ഓരോ ജോഗ്രഫിക്കൽ ഏരിയ അനുസരിച്ച് HNIs എന്ത് ചെയ്യും? വേരി ചെയ്തുകൊണ്ടിരിക്കും അവരുടെ. ഓക്കെ, ദസ് ദർ ഇസ് നോ സ്പെസിഫിക് ഡെഫിനേഷൻ. ജനറലി ഇന്ത്യൻ നോർമലി പറയുന്നതാണെങ്കിൽ ഇൻഡിവിജ്വൽസ് 2 കോടി മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി പറ്റുന്ന ഇൻഡിവിജ്വൽസിനെ നമ്മൾ എന്ത് പറയും? ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയും. ഇപ്പം അംബാനി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് 2 കോടി എന്നൊന്നും ഒന്നും അല്ല. കാരണം 2 കോടി എന്ന് പറഞ്ഞാൽ അംബാനിയെ സംബന്ധിച്ച് അതൊരു എമൗണ്ട് പോലും അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ പുറത്തുള്ള വലിയ ആൾക്കാർ നമ്മൾ എന്ത് HNIs എന്ന് പറയുന്നത്. അപ്പോൾ 2 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന 2 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നവരെ നമ്മൾ HNIs എന്ന് പറയും. മനസ്സിലായില്ലേ? 2 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ എന്ത് പറയും? HNIs എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ 2 ലക്ഷത്തിന് താഴെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ എന്താ പറയുക? ഇഫ് യു അപ്ലൈ ദ എമൗണ്ട് അണ്ടർ 2 lakhs യു ആർ കൺസിഡർ 2 ലക്ഷത്തിന് താഴെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ നമ്മൾ എന്താ പറയും? റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, ചെറുകിട ആയിട്ടുള്ള ആൾക്കാർ 2 ലക്ഷത്തിന് താഴെയാണെങ്കിൽ. 2 കോടിക്ക് മുകളിലാണെങ്കിൽ എന്താണ്? HNIs എന്ന് പറയും. മനസ്സിലായോ? ഓക്കെ, അടുത്തത് പറയുന്നത് എന്താണ്? പെൻഷൻ ഫണ്ട്സ് ആരാ റെഗുലേറ്റ് ചെയ്യുന്നത്? പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, PFRDA ആണെന്ന് റെഗുലേറ്റ് ചെയ്യുന്നത്. പെൻഷൻ ഫണ്ട് മീൻസ് അത് ബേസിക്കലി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷനും എംപ്ലോയിന്റെ കോൺട്രിബ്യൂഷനോട് അതായത് എംപ്ലോയർ ആണെങ്കിൽ എംപ്ലോയി റിലേഷൻഷിപ്പ് അവിടെ നിർബന്ധമായിട്ടും കാണണം. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സാലറിന് കൂടിയാണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ആണെങ്കിൽ എന്ത് ചെയ്യും? പെൻഷൻ ഫണ്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാറ്റിവെക്കും. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയി റിട്ടയർ ചെയ്യുമ്പോഴത്തേനാണെങ്കിൽ ഇതിന്റെ ലംസം എമൗണ്ട് എന്ത് ചെയ്യും? കൊടുക്കും എന്നുള്ളതാണ് മെയിൻ കാര്യം. ഓക്കെ, റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കൊടുക്കാം, അത് കമ്മ്യൂട്ടർ പെൻഷൻ എന്ന് പറയും. അതല്ല റിട്ടയർ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? മൊത്തം ഫുൾ എമൗണ്ട് കൊടുക്കാം, അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതല്ല റിട്ടയർ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം? നോർമലി നമ്മൾ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യാൻ കൊടുക്കുന്നത്. കാരണം അത് ഫ്യൂച്ചറിൽ ഈ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ അവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പെൻഷന്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഈ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റിയുടെ പേരെന്താണ്? PFRDA, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതെന്താണ്? ഒരു ഫോം ഓഫ് QIB ആണ്. പെൻഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് QIB ആണ്. അവിടെ ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഇവിടെ മെയിനായിട്ടാണെങ്കിൽ എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന സമയത്ത് എംപ്ലോയിക്ക് കിട്ടുന്ന സാലറിന് ഇത്ര പെർസെൻറ്റേജ് നമ്മൾ പെൻഷൻ ഫണ്ടായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് പെൻഷൻ ആണെങ്കിൽ കറക്റ്റ് ആ ഒരു ഇതായിട്ട് അവർക്ക് കറക്റ്റ് സമയമാകുമ്പോഴത്തേനും പെൻഷൻ കിട്ടി. എന്നിട്ട് ഇവരുടെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി ഇവർക്ക് പറ്റും. ഈ പെൻഷൻ ഫണ്ട് പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റി എന്താണ്? PFRDA, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ,
ഇതിന്റെ ലെജിസ്ലേഷൻസ് ഉണ്ട്. പെൻഷൻ ഫണ്ട് അണ്ടർ ദ EPF MB Act 1952 ഇൻ ദിസ് ഇൻക്ലൂഡ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, എംപ്ലോയി പെൻഷൻ സ്കീംസ്, എംപ്ലോയി ഡിപ്പോസിറ്റ് ലിങ്ക്. ഇതിനകത്തുള്ള കുറച്ച് റെഗുലേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി കേട്ടോ. ഗ്രാറ്റുവിറ്റി, പെൻഷന്, ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ കിട്ടും. നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പം നമ്മുടെ ഒരു സർവീസ് നല്ല കിടിലോട് നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് പെൻഷൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഗ്രാറ്റുവിറ്റി ഉണ്ട്, പെൻഷൻ ഉണ്ട്. ഇത് രണ്ടും നമുക്ക് സർവീസിന്റെ ടൈമിലും കിട്ടാം, അതല്ല റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടാണെങ്കിലും കിട്ടാം. ഓക്കെ, ഇതൊരു എന്താണ് പറയുക, അഡീഷണൽ പോയിന്റ് ആണ്. സർവീസിന്റെ ടൈമിനാണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഇത് ടാക്സബിൾ ആയിരിക്കും. സർവീസിന്റെ ടൈമിനാണെങ്കിൽ എന്താ പറയുക, ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിലും ടാക്സബിൾ ആയിരിക്കും. അതല്ലെങ്കിൽ എന്താണ്, മീൻസ് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എന്താ പറയുക, റിട്ടയർമെന്റ് സമയത്താണെങ്കിൽ എന്താണ്, ടാക്സബിൾ അല്ലെ എക്സെപ്റ്റ് ആണ്. മനസ്സിലില്ലേ? ഇത് ജസ്റ്റ് നോക്കി വെച്ചത് ടാക്സിനകത്തുള്ള ഒരു പോയിന്റ് ആണ്. സംഭവത്തിലുള്ള പെൻഷൻ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർ ആണെങ്കിൽ എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറിന് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് എമൗണ്ട് ആണെങ്കിൽ നമ്മൾ മാറ്റി വെക്കും. എന്നിട്ട് ഒരു ഫണ്ടായിട്ട് രൂപീകരിക്കും. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയി റിട്ടയർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന പെൻഷൻ ആണെങ്കിൽ കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. പെൻഷൻ ഫണ്ട് ഈസ് എ ഫണ്ട് എസ്റ്റാബ്ലിഷ് ബൈ ദ എംപ്ലോയർ ടു ഫെസിലിറ്റേറ്റ് ദ ഓർഗനൈസ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എംപ്ലോയീസ് റിട്ടയർമെന്റ് ഫണ്ട്സ് വിച്ച് ഇസ് കോൺട്രിബ്യൂട്ട് ബൈ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. എംപ്ലോയി കൂടെ കോൺട്രിബ്യൂട്ട്, രണ്ടുപേരുടെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതാണ് എംപ്ലോയർ പ്രൊവിഡന്റ് ഫണ്ടും ഉണ്ട്, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്. അതുപോലെ തന്നെ രണ്ടുപേരുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കോൺട്രിബ്യൂഷൻ നമ്മൾ വെച്ചതിന് ശേഷം എംപ്ലോയി റിട്ടയർ ആവുന്ന സമയത്ത് എംപ്ലോയിക്ക് റിട്ടയർമെന്റിന് ശേഷം കിട്ടുന്നതാണ് പെൻഷൻ. ഡേ ടു ഡേ കാര്യത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇത് നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഞാൻ അതൊന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ IPO ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഷെയർസ് ഓഫർ ചെയ്യുന്നവരാണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് നിർബന്ധമായിട്ടും കൊടുക്കണം. അവർ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കണമെങ്കിൽ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് മിനിമം അവർ 10 കോടിയെങ്കിലും എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിരിക്കണം. 10 കോടിയെങ്കിലും അവർ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനെങ്കിലും പറ്റത്തുള്ളൂ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ആങ്കർ ഇൻവെസ്റ്റർ ആണല്ലോ. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആങ്കർ ഇൻവെസ്റ്ററിനാണെങ്കിൽ എത്രയാണോ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ ഇഷ്യൂ നമ്മൾ എത്രയാണോ നടത്തുന്നത് അതിൻ്റെ 50% QIBസിലോട്ട് പോകണം, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സിലോട്ട് പോകണം. ആങ്കർ ഇൻവെസ്റ്റർ ഒരു QIB ആണ്. പക്ഷേ 10 കോടി വരെയുള്ള QIBസിനാണ് നമ്മൾ 10 കോടിന് മുകളിലുള്ളവർ നമ്മൾ എന്ത് പറയും, ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ടോട്ടൽ ഇഷ്യൂ എത്രയാണോ IPO നമ്മൾ നടത്തുന്നത് അതിൻ്റെ 50% QIBസിലോട്ട് പോകണം. QIBസിലോട്ട് പോകുന്നതിൻ്റെ 60% എങ്ങോട്ട് പോകണം, ആങ്കർ ഇൻവെസ്റ്റേഴ്സിലോട്ട് പോകണം. എന്നിട്ട് ഈ പറഞ്ഞ 60% മൊത്തം പോയില്ല, അതിൻ്റെ 1/3 എവിടെ പോകും, മ്യൂച്വൽ ഫണ്ട്സിലോട്ട് പോകും. ഓക്കെ, മ്യൂച്വൽ ഫണ്ട്സിലോട്ട് പോകും. ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ് ഫ്ലോ. അപ്പോൾ എന്താണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ഓഫ് QIB ആണ്. അവർക്ക് എപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് IPO നടത്തുന്നതിന് പബ്ലിക്കിന് കൊടുക്കുന്ന ഓഫറിന് തൊട്ട് മുമ്പ് കൊടുക്കണം. ഓക്കെ, അവർ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് എലിജിബിലിറ്റി എത്ര, മിനിമം അവർ എന്ത് ചെയ്യണം, മെയിൻ ബോർഡിലാണെങ്കിൽ മിനിമം 10 കോടിയെങ്കിലും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് പോലുള്ള ചെറുകിട വ്യവസായങ്ങളിലൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ 2 കോടിയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കണം മിനിമം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം, ഇവർക്ക് അലോക്കേഷൻ എത്ര കൊടുക്കേണ്ടത്, ടോട്ടൽ ഇഷ്യൂ എത്രയാണോ നമ്മൾ നടത്തുന്നത്, ടോട്ടൽ ഇഷ്യൂവിന് എത്രയാണോ നമ്മൾ QIBസിലോട്ട് കൊടുക്കുന്നത്. അപ്പം ടോട്ടൽ ഇഷ്യൂ 100 കോടിയാണെങ്കിൽ അതിൻ്റെ 50% QIB, അതിന് 50 കോടി QIBയിലോട്ട് പോകും. അതിൻ്റെ 60% ആയതോടെ 30 CR എവിടെ പോകും, 30 CR ആണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സിലോട്ട് പോകുന്നത്. 30 CR മൊത്തം പോകും ഇല്ല, അതിൻ്റെ 1/3 എവിടെ പോകും, മ്യൂച്വൽ ഫണ്ട്സിലോട്ട് പോകും, 10 കോടി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കിത് ഈ ഒരു എൻ്റയർ ചാപ്റ്റർ ഈ പറഞ്ഞിരിക്കുന്ന ഇത്ര ഏരിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് മെസ്സേജ് അയക്കുന്നതാണ്. ഓക്കെ, എനിവേ താങ്ക് യു ഓൾ.